നമ്മൾ വിശ്വസിക്കുന്ന ഇന്ന് പരിശുദ്ധാത്മാവ് വൻ കാര്യങ്ങളെ നമ്മുടെ നടുവിൽ ചെയ്യാൻ പോവുകയാണ്. मैं विश्वास करता हूं पवित्र आत्मा बड़े कार्यों को हमारे बीच आज കർത്താവിന്റെ करेगा. കരം നമ്മുടെ മേൽ ചലിക്കാൻ പോവുകയാണ്. हालेलुया. परमेश्वर का हाथ हमारे ऊपर आज कार्य करेगा. താങ്ക് യു ജീസസ്. ഓക്കേ, ഹല്ലേലൂയ, സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എൻ്റെ ആത്മാവേ നീ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുന്നത്. भजन संहिता में इस प्रकार कहते हैं, मेरे मन तू अंदर ही अंदर क्यों व्याकुल हो रहा है. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. मैं काफी बार कहा हुआ है. 42-ാം സങ്കീർത്തനം, സാംസ് നമ്പർ 42, Psalms 42 ഡിപ്രഷനെ അതിജീവിക്കാനുള്ള ഒരു സങ്കീർത്തനമാണ്. डिप्रेशन को जीत पाने के लिए एक भजन संहिता है. ഡിപ്രഷനുള്ള ഒരു മെഡിസിൻ. डिप्रेशन का एक मेडिसिन. 5-ാം വാക്യവും 6-ാം വാക്യവും. 5वां आयत और 6वां आयत. എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത്. हे मेरे प्राण तू क्यों गिरे जाते हैं. ദൈവത്തിൽ പ്രത്യാശ വെക്കുക. परमेश्वर पे आशा रखो. അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു. वो मेरा चेहरे को प्रकाशित करेगा. वो मेरा परमेश्वर है. പിന്നെയും ആവർത്തിച്ചു പറയുകയാണ്. अगले आयत में फिर से कहता है, ഈ മെഡിസിൻ എന്താണ്? मेडिसिन क्या है. അതുകൊണ്ട് इसीलिए ഹല്ലേലൂയ, യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. इसके लिए यॉर्दान के पास, मिर्सान के पास मैं तुझे याद करता हूँ. ദൈവത്തെ ഓർക്കുന്നു. मैं परमेश्वर को याद करता हूँ. ദൈവത്തെ ഓർക്കുക എന്ന് പറഞ്ഞാൽ परमेश्वर को याद करने का अर्थ, ജീവിതത്തിൽ ഏത് സാഹചര്യമാണെങ്കിലും, जीवन का कोई भी परिस्थिति में, അത് ഹെർമോൻ പ്രദേശത്താണെങ്കിലും, वो हरबन के മിസാർ മലയിൽ और വെച്ചാണെങ്കിലും, निसार के जो पहाड़ी पे हो യോർദാൻ പ്രദേശത്ത് या വെച്ചാണെങ്കിലും, यॉर्दान के पास हो, നിങ്ങളുടെ സിറ്റുവേഷൻ എന്തുമാകട്ടെ, आपका अवस्था कुछ भी हो, നിങ്ങളുടെ ചലഞ്ചസ് എന്തുമാകട്ടെ, आपकी चुनौती कुछ भी हो, നിങ്ങൾ കടന്നു പോകുന്ന സിറ്റുവേഷന്റെ നടുവിൽ आपके जो जिस अवस्था से आप गुजर, उस अवस्था में നിങ്ങൾ പറയണം, आपको कहना है, എനിക്കൊരു ദൈവമുണ്ട്. आमेन, हाल मुझे एक परमेश्वर है. നാട്ടുകാർ ചോദിക്കും, दुनिया पूछेंगे 10-ാമത്തെ വാക്യം നാട്ടുകാരുടെ ചോദ്യമാണ്. कि 10वां आयत जो है दुनिया का सवाल है നിന്റെ ദൈവം എവിടെ എന്ന് ശത്രുക്കൾ ഇടവിടാതെ പറയുമ്പോൾ, कि जब शत्रु बार बार कहते हैं कि कहाँ है तेरा परमेश्वर, ഞാൻ എൻ്റെ ദൈവത്തെ ഓർക്കും. उस समय मैं अपने परमेश्वर को याद करूंगा. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ, समस्या और चुनौतियां है तो അതിന്റെ നടുവിൽ നമ്മെ പിടിച്ചു നിർത്തുന്നത് उसके बीच में जो हमें खड़ा करता है, നമുക്ക് ഒരു ദൈവമുണ്ടെന്നുള്ള ബോധ്യമാണ്. कि हमें एक परमेश्वर ये होश है. ഹലോ, നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുള്ളത് ഒരു ഉറപ്പല്ലേ? हमें कोई ना कोई है बोल के वो एक हमारा एक पक्का है. ഒരു കാര്യം ഉറപ്പാണ്, ദൈവം നമുക്കുണ്ട്. उसी प्रकार ये पक्का है कि परमेश्वर हमारे लिए है. കർത്താവിന്റെ പ്രവൃത്തി ദിനംതോറും അവിടുന്ന് വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീരുന്നു. परमेश्वर कार्य दिन बर दिन वो प्रकट करते जाएंगे. പകൽ സമയത്ത് അവൻ തന്റെ ദയ വെളിപ്പെടുത്തും. दिन के समय वो अपना दया प्रकट करेगा. 8-ാമത്തെ വാക്യം, 8वां आयत. പകൽ സമയത്ത് അവൻ തന്റെ ദയ വെളിപ്പെടുത്തും. दिन को यहोवा अपनी शक्ति और करुणा प्रकट രാത്രി करेगा. സമയത്ത് ഞാൻ പാട്ട് പാടും. और रात को मैं गीत गाऊंगा. പകൽ എൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. दिन में परमेश्वर मेरे जीवन में कार्य करेगा. ഒരു ദിവസമുണ്ട് കേട്ടോ, एक दिन है. ബൈ ഡേ ഒരു ദിവസമുണ്ട്. there is a day. एक दिन है. there is a day. एक दिन है. എല്ലാവരും പറഞ്ഞിട്ട് there is a day. हर जब मुंह खोल के बोलो, एक दिन है. ഒരു സമയമുണ്ട്, एक समय है. ഒരു ദിവസമുണ്ട്. एक दिन है. എൻ്റെ ജീവിതത്തിൽ ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. एक दिन है जिस दिन परमेश्वर अपना कार्य मेरे जीवन में प्रकट करेगा. രാത്രി ഞാനത് പാടി സെലിബ്രേറ്റ് ചെയ്യാൻ പോകുകയാണ്. और रात को मैं उसको गीत गा के उसको आनंदित करूंगा. പകൽക്കാലം ആരംഭത്തിൽ തന്നെ എല്ലാ വാത്സല്യമുള്ള ദൈവമക്കളോടും പറയട്ടെ, आज के दिन सुबह आरंभ में सभी लोगों से मैं कहता നമ്മുടെ हूं, എല്ലാ ജീവിതത്തിൽ ദൈവം ഉണ്ടാക്കിയ ഒരു ദിവസമുണ്ട്. हम सबके जीवन में परमेश्वर बनाया हुआ एक दिन है. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, इसलिए भजन संहिता में कहता है, ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസം, आज परमेश्वर ने बनाया हुआ दिन, ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസം. आज परमेश्वर ने बनाया हुआ അതുകൊണ്ട് दिन. എന്ത് ചെയ്യണമെന്നാ? इसलिए क्या करना है? ആനന്ദമനാണ് നാം അതുകൊണ്ട് സന്തോഷിക്കണം, ആർക്കണമെന്നാ പറയുന്നത്. उसमें इस प्रकार कहते आज परमेश्वर ने बनाया, इसलिए हमें क्या करना है? आनंदित करना है, ഇന്ന് യഹോവ पुकारना है. ഉണ്ടാക്കിയ ദിവസം, आज परमेश्वर ने बनाया हुआ दिन. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, उत्पत्ति के आरंभ में हम इस प्रकार देखते हैं, ദൈവം ദിവസത്തെ ഉണ്ടാക്കി.
कि परमेश्वर ने दिन को बनाया, ദിവസത്തെ ഉണ്ടാക്കി. दिन को बनाया, ഒരു രാത്രി കഴിഞ്ഞിട്ട് एक रात के बाद അടുത്ത ഒരു ദിവസം പിറക്കുകയാണ്. कि दूसरा एक दिन जन्म हो रहा है, പ്രതീക്ഷയുടെ ഒരു ദിവസം പിറക്കുകയാണ്. उम्मीद का एक दिन जन्म हो रहा है. അതിരാവിലെ അവന്റെ കരുണ, അവന്റെ മേഴ്സി പുതുകി വരുന്ന ഒരു ദിവസം പിറക്കുകയാണ്. सुबह के समय उसका करुणा जो है वो आ रहा है, वैसे एक दिन आ रहा है. എല്ലാ പ്രഭാതത്തിലും അവന്റെ ദയ പുതിയതാ കേട്ടോ. कि हर दिन उसका दया जो है नया है. എല്ലാ ദിവസവും രാവിലെ ഒരു പുതിയ ദിവസം നമുക്ക് നൽകുകയാണ്. हर दिन सुबह एक नया दिन वो देता ഒരു है, പുതിയ ദിവസം. एक नया दिन, ഹല്ലേലൂയ. ഒരു പുതിയ സീസൺ, एक नया मौसम, ഒരു പുതിയ സമയം. एक नया समय. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞാട്ടെ, ഒരു പുതിയ സമയം. हर एक मुंह खोल के बोले एक नया समय. ആമേൻ. ന്യൂ ടെസ്റ്റമെന്റിൽ नया नियम में സമയം അല്ലെങ്കിൽ ഹവർ അല്ലെങ്കിൽ സീസൺ എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നിടത്തൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഗ്രീക്ക് പദം कि नया नियम में समय, मौसम, इन सबको इस्तेमाल किया एक ग्रीक शब्द है, കെയ്റോസ് എന്ന പദമാണ്. കെയ്റോസ്, केरोस बोल के, കെയ്റോസ്. केरोस बोल के एक शब्द है, കെയ്റോസ് എന്ന പദം केरोस. യേശു കർത്താവ് പറവാനിടയായി തീർന്നു. यीशु मसीह ने कहा, ഹല്ലേലൂയ, എന്റെ കെയ്റോസ്, मेरा केरोस, സമയം. ഹല്ലേലൂയ. मेरा समय. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. मरकुस 1:15 जरा पढ़िए. മർക്കോസ് 1:15. മാർക്ക് ചാപ്റ്റർ 1 വേഴ്സ് 15 അല്ലേ? The time has come എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. यहाँ इस प्रकार कहा है कि समय पूरा हुआ है. The time has come. സമയം വന്നിരിക്കുന്നു. समय आ चुका है. The time has come. Hallelujah. समय आ चुका है. അവിടെ ടൈം എന്നുള്ളതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് കെയ്റോസ്. वह समय के लिए ग्रीक लिखा हुआ है केरोस. എല്ലാവരും പറഞ്ഞാൽ the time has come. सभी लोग बोले समय आ चुका है, Day has come. कि दिन आ गया. This is the day that the Lord has made. ये वो दिन है जो परमेश्वर ने बनाया है. എൻ്റെ ജീവിതത്തിൽ വിടുതലിന്റെ ദിവസം വന്നിരിക്കുകയാണ്. आमीन, आमीन. मेरे जीवन में छुटकारा का दिन आ चुका എൻ്റെ है. ജീവിതത്തിൽ വിഷാദം നിറഞ്ഞ സിറ്റുവേഷൻ മാറുന്ന ദിവസം വന്നിരിക്കുകയാണ്. मेरे जीवन में जो दुख भरे वो दिन का सिचुएशन बदलने का समय आ चुका है. ഞാൻ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി അല്ലേ? मैं उत्पत्ति 1 में आपको ले जाना चाहूंगा. ദൈവം ദിവസത്തെ ഉണ്ടാക്കി എന്ന് वहाँ എഴുതിയിരിക്കുന്നു. परमेश्वर ने दिन को बनाया लिखता ദൈവം है. ആദ്യമായിട്ട് എന്തിനെങ്കിലും പേര് കൊടുത്തെങ്കിൽ कि अगर परमेश्वर ने पहला किसी को अगर അത് नाम दिया तो ദിവസത്തിനാ കൊടുത്തത്. वो दिन को दिया. ദൈവം ദിവസത്തെ ഉണ്ടാക്കിയിട്ട് അതിന് ഡേ എന്ന് പേര് കൊടുത്തു. परमेश्वर ने दिन को बना के दिन बोल के नाम दिया. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. आमीन, हालेलुया. इसके लिए भजन साहित्य में इस प्रकार कहते हैं, ये परमेश्वर ने बनाया हुआ दिन. ഉൽപ്പത്തി പുസ്തകത്തിലെ ആ വാക്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. उत्पत्ति को उस आयत की खासियत है. അതുവരെ ഭൂമിയുടെ പ്രത്യേകത എന്താ? तब तक धरती किस प्रकार था? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങൾ പറയുന്നു, उसका पहला आयत कहते हैं एक का एक, in the beginning, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. पहले परमेश्वर ने आकाश और पृथ्वी को बनाया, പക്ഷെ ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. लेकिन धरती बेडौल था. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ? सभी लोग सुन रहे हैं. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. और पृथ्वी बेडौल और सुनसान पड़ी थी. ഭൂമിയുടെ മുകളിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കാട്ടെ. पृथ्वी के ऊपर आप जरा देखो, അവിടെ ഇരുട്ടുണ്ട്, वहाँ अंधकार है, പാഴായ അവസ്ഥയുണ്ട്, വോയിഡ് ആയിട്ടുള്ള അവസ്ഥയുണ്ട്. सुनसान अवस्था है, ഹല്ലേലൂയ. ഒന്നിനും കൊള്ളാത്ത അവസ്ഥയുണ്ട്. क्यों कोई चीज के लिए अच्छा नहीं था. ഇരുട്ട് നിറഞ്ഞ अंधकार से भरा हुआ പാഴായിട്ടുള്ള सुनसान ശൂന്യമായിട്ടുള്ള ഒരു ഭൂമി. बेडौल एक पृथ्वी. ആ സിറ്റുവേഷന് പറയുന്ന പേരാണ് കയോസ്. എന്താണ് उस सिचुएशन को कहते हैं केरोस. അത് ഒരു ഗ്രീക്ക് വാക്കാണ്. वो भी एक ग्रीक शब्द है. കയോസ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഡറും ഇല്ലാത്തത്. केरोस का अर्थ है कोई भी. ഹല്ലേലൂയ. कायरोस, കയോസ്, കയോസ്. CHAOS, കയോസ്. कायोस.
കൈറോസ് എന്ന് പറഞ്ഞാൽ ടൈം അല്ലെങ്കിൽ സീസൺ എന്നാണ്. कायरोस का मतलब है टाइम नहीं तो രണ്ട് सीजन. പദമാണ് കയോസ് ആൻഡ് കൈറോസ്. कायोस और कायरोस. ശ്രദ്ധിച്ചു കേൾക്കണമേ. ध्यान से सुनिए. ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ കാണുന്ന സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് കയോസ്. कि उत्पत्ति 1 में जो कहते हैं उसका सिचुएशन है कायोस. അത് വളരെ പോപ്പുലറായ പദമാണ് അല്ലേ? वो बहुत ही पॉपुलर एक पद है. കയോട്ടിക് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ താറുമാറായ അവസ്ഥ, एक एकदम सुनसान पड़ा हुआ एक अवस्था, എല്ലാം ഡിസ്റ്റർബ്ഡ് ആയി കിടക്കുന്ന അവസ്ഥ, सब कुछ डिस्टर्ब हुआ एक अवस्था, ഹോപ്പ്ലെസ് സിറ്റുവേഷൻ. कि बिना कोई उम्मीद का. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതം ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷനിലൂടെ പോവുകയാണ്. क्या आपका जीवन एक होपलेस सिचुएशन से പാഴും गुजर रहा है? ശൂന്യമായ ഒരു അവസ്ഥ, एक बेडोल और सुनसान अवस्था. പാഴും ശൂന്യമായ അവസ്ഥ. बेडोल और सुनसान अवस्था. എല്ലാവരും എന്നെ കേൾക്കുന്നുണ്ടല്ലോ? क्या सभी लोग मुझे सुन रहे हैं? ഗ്രീക്ക് വാക്കുകൾ പറഞ്ഞതുകൊണ്ട് പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. ग्रीक शब्द बोले उसके लिए कोई समस्या है? ഹല്ലേലൂയ. മനസ്സിലാക്കാൻ വേണ്ടിയാ പറയുന്നത്. समझने के लिए कहा. ഗ്രീക്കിൽ കയോസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ? ग्रीक में कायोस बोल के एक सिचुएशन, ഹോപ്പ്ലെസ് സിറ്റുവേഷൻ, एक होपलेस सिचुएशन, ശൂന്യമാണ്, शून्य है, ഇരുട്ട് നിറഞ്ഞതാണ്, अंधकार से भरा है, പാഴായി കിടക്കുകയാണ്. कि बेडोल पड़ा है. ആ കയോസിന്റെ അകത്ത് वो कायोस के अंदर ദൈവം ഒരു ദിവസം സൃഷ്ടിച്ചു. उसके अंदर परमेश्वर ने एक ദൈവം दिन ഒരു बनाया. കൈറോസ് സൃഷ്ടിച്ചു. परमेश्वर ने एक दिन बनाया. ഒരു കൈറോസ്. एक कायरोस बनाया. കയോസിന്റെ അകത്ത് ദൈവം ഒരു കൈറോസ് സൃഷ്ടിച്ചു. कायरोस के अंदर परमेश्वर ने कायरोस നമുക്ക് रखा. ആരംഭത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക, आज के आरंभ में पवित्र आत्मा आपसे നിങ്ങളുടെ कहता है, പാഴും ശൂന്യമായ ജീവിതത്തിൽ, आपका बेडोल और सुनसान ഇരുൾ जीवन में, നിറഞ്ഞ अंधकार से भरा हुआ കയോസായ ജീവിതത്തിൽ कायोस जो जीवन है, ദൈവം ഒരു കൈറോസ് സൃഷ്ടിക്കുവാൻ ആഗ്രഹിക്കുന്നു. परमेश्वर एक कायरोस को सृष्टि करेगा. ഞാൻ പറഞ്ഞില്ല, ന്യൂ ടെസ്റ്റമെന്റിൽ मैं कहा नया नियम में മോർ ദാൻ 80 ടൈംസ് 80 പ്രാവശ്യത്തിൽ അധികം ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് കൈറോസ് എന്ന പദം. कि 80 से ज्यादा समय उपयोग किया हुआ शब्द है कायरोस. ന്യൂ ടെസ്റ്റമെന്റിൽ ആ പദം പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളത് नया नियम में काफी बार वो पद उपयोग किया അപ്പോയിന്റഡ് ടൈം എന്ന അർത്ഥത്തിലാണ്, कि नियुक्त समय बोल के है, അല്ലെങ്കിൽ സീസൺ എന്ന അർത്ഥത്തിലാണ്. नहीं तो मौसम के बारे में. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സീസണെ കുറിച്ച് കേട്ടല്ലേ? पिछले दिनों हम मौसम के बारे में ദൈവം सुना. സീസണെ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. परमेश्वर जो मौसम है उसको चेंज करने നമ്മുടെ वाला है. ഇന്നത്തെ സീസൺ മാറാൻ പോവുകയാണ്. आमीन. हाल परमेश्वर हमारा आज का अवस्था को बदलेंगे. വിഷാദിച്ച് ഞെരങ്ങി നടക്കുന്ന സീസൺ മാറാൻ പോവുകയാണ്. जो एकदम दबे हुए अवस्था है उस अवस्था को परमेश्वर പാഴും बदलेगा. ശൂന്യമായ സീസൺ മാറാൻ जो പോവുകയാണ്. बेडोल सुनसान अवस्था है उसको परमेश्वर ദൈവം बदलेगा. അതിനു വേണ്ടി ഒരു ദിവസം വെച്ചിട്ടുണ്ട്, परमेश्वर उसके लिए एक दिन बनाया ഒരു है, സീസൺ വെച്ചിട്ടുണ്ട്. एक दिन बनाया है. അന്ന് നിങ്ങൾ പറയും, ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. आमीन. हाल उस दिन आप कहेंगे ये परमेश्वर ने बनाया हुआ दिन. എന്റെ ജീവിതത്തിലെ പാഴും ശൂന്യമായ അവസ്ഥയെ മാറ്റുവാൻ കർത്താവ് വെച്ചിരിക്കുന്ന ഒരു കൈറോസ് ഡേ ആണിത്. ഹല്ലേലൂയ. तुम्हारा जीवन का बेडोल सुनसान अवस्था को बदलने के लिए परमेश्वर ने रखा हुआ एक दिन है आज. ഇന്ന് പകൽക്കാലം എത്ര പേർ പ്രാർത്ഥിക്കും? आज कितने लोग प्रार्थना എന്റെ करेंगे, കയോസിനെ കർത്താവേ, मेरे कायोस को ഒരു परमेश्वर കൈറോസ്, ഒരു സീസൺ, ഒരു വിടുതലിന്റെ ദിവസമാക്കി നീ മാറ്റണമേ. एक कायरोस एक सीजन बनाना जो छुटकारा का हो. തുടർന്നുള്ള വചനത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് आगे का वचन के भागों को सुनने से can पहले you pray? ഹല്ലേലൂയ. പ്രാർത്ഥന कर നിങ്ങൾക്ക് सकते हैं? പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? क्या प्रार्थना कर सकते हैं? ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? क्या आप एक बार प्रार्थना कर सकते എന്റെ हैं? ജീവിതത്തിലെ കയോസിനെ നീ ഒരു കൈറോസ് ഡേ ആക്കി മാറ്റണമേ. परमेश्वर तू मेरे जीवन के कायोस को तू एक कायरोस डे बना देना. വേദപുസ്തകത്തിന്റെ ഒരു സമ്മറി ഇതാണ് കേട്ടോ. वचन का एक समरी है. ബൈബിൾ started with that word or that situation called chaos. कि बाइबल शुरू हुआ और सिचुएशन के साथ कायोस. Nothing was in order. कोई भी क्रम नहीं था. എല്ലാം തകർന്നു കിടക്കുക, सब डिसऑर्डർ था, ശൂന്യതയാണ്, सब शून्यता था, പാഴായി കിടക്കുകയാണ്, सब बेढोल था, ഇരുൾ നിറഞ്ഞു കിടക്കുകയാണ്. अंधकार से भरा हुआ था. ഈ ഒരു കയോട്ടിക് അല്ലെങ്കിൽ ഒരു കയോസ് സിറ്റുവേഷൻ ആണ് അവിടെ. वो कायोस सिचुएशन था वो. ഇനി കേൾക്കണമോ? अब सुनिएगा, ഈ കയോസിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്, कायोस का जो विरुद्ध है, ഓപ്പോസിറ്റ് വേർഡ് ഗ്രീക്കിൽ പറയുന്നത്, ഓപ്പോസിറ്റ് സിറ്റുവേഷൻ ഗ്രീക്കിൽ പറയുന്നത്, उसका जो विरुद्ध जो वर्ड जो कहता है, കയോസ് എന്താ? कायोस क्या है? ഓർഡർലെസ്, ऑर्डरलेस, ഒരു ഓർഡറും ഇല്ലാതെ താറുമാറായി കിടക്കുന്നത്. बिना कोई ऑर्डर का पड़ा है. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താ? उसका उल्टा क्या है? വളരെ കൃത്യമായിട്ട് അല്ലേ, ഹല്ലേലൂയ, സ്ട്രക്ചേർഡ് ആയിട്ട് ഓർഡർ ആയിട്ട് പോകുന്നത്.
उसका उल्टा क्या होना चाहिए? एकदम ऑर्डर में जाने वाला। അതിനുപയോഗിക്കുന്ന ഗ്രീക്ക് പദമാണ് കോസ്മോസ്. उसके लिए इस्तेमाल करते हैं कॉस्मोस. കോസ്മോസ് എന്ന പദം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? आपने कॉस्मोस तो सुना है. ഹല്ലേലൂയ. കയോസിന്റെ ഓപ്പോസിറ്റ് ആണ് കോസ്മോസ്. कायोस का ऑपोजिट है ബൈബിൾ कॉस्मोस. സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് बाइबल जो स्टार्ट किया है, പാഴും ശൂന്യമായ ഒരു കയോട്ടിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ കാണിച്ചുകൊണ്ടാണെങ്കിൽ अगर बाइबल जो शुरू किया है कि एकदम कायोटिक सिचुएशन के ബൈബിൾ साथ, അവസാനിക്കുന്നത് बाइबल जो अंत ഒരു होता है കോസ്മോസിനെ കാണിച്ചുകൊണ്ടാണ്. एक कॉस्मोस को बताते हुए. എവരിതിങ് ഈസ് നൗ ഇൻ ഓർഡർ. सब कुछ अभी एक ऑर्डर में है. പുതിയ ഭൂമി വന്നു, नया पृथ्वी आया, പുതിയ ആകാശം വന്നു, नया आकाश आया, പാടില്ല, ശൂന്യതയില്ല. वहां कोई बेडोल या ദൈവം सुनसान नहीं है. ഭരിക്കുന്ന സുന്ദരമാകുന്ന ഒരു കോസ്മോസ് Amen. യൂണിവേഴ്സിനെ Amen. കാണിച്ചുകൊണ്ടാണ് ബൈബിൾ और അവസാനിപ്പിക്കുന്നത്. परमेश्वर राज करने वाले कॉस्मोस अवस्था को दिखा के बाइबल अंत होता പക്ഷേ है. ഈ കയോസിൽ നിന്ന് കോസ്മോസിലേക്കുള്ള ട്രാൻസ്ഫോർമേഷന്റെ നടുക്ക് लेकिन कायोस के से लेके कॉस्मोस तक का जो यात्रा है, ദൈവത്തിന്റെ ഇടപെടലിന്റെ ഒരു സമയമുണ്ട്. कि परमेश्वर का इंटरवेंशन का एक ആ समय है. സമയത്തെ കുറിച്ചാണ് മർക്കോസ് 1:15 പറഞ്ഞത്. उस समय के बारे में मार्कोस 1:15 में कहता है, The time has come. Hallelujah. समय अभी आ चुका है. Kairos time വന്നിരിക്കുന്നു. कायरोस समय आ चुका സീസൺ है. വന്നിരിക്കുന്നു. मौसम आ गया എന്തിനു है. വേണ്ടിയുള്ള സീസൺ? किसका मौसम? കയോസിനെ കോസ്മോസ് ആക്കി മാറ്റാനുള്ള കൈറോസ് സീസൺ വന്നിരിക്കുന്നു. कायोस को कॉस्मोस बनाने वाला कायरोस समय आ चुका है. നിന്റെ ജീവിതത്തിലെ തകർന്ന അവസ്ഥയെ, ഒരു താറുമാറായ അവസ്ഥയെ ഒരു ഓർഡറിലേക്ക്, ഒരു കോസ്മോസിലേക്ക്, ഒരു അനുഗ്രഹത്തിലേക്ക് ദൈവം കൊണ്ടുവരുവാനുള്ള നിന്റെ ജീവിതത്തിന്റെ അപ്പോയിന്റഡ് टाइम വന്നിരിക്കുന്നു. तेरे जीवन में जो नाश हो चुका है, टूटा हुआ पड़ा है, जो डिसऑर्डर में पड़ा है, उसको ऑर्डर में लाने का एक समय अभी आ चुका है. യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്, यीशु जो पृथ्वी में उतर आया, വചനം പറയുന്നു, वचन कहता है കാല സമ്പൂർണ്ണത വന്നപ്പോൾ कि समय का जब परिपूर्ण हुआ, സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, स्त्री से जन्म लेके, ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയില്ല കേട്ടോ. कि एक सेकंड भी आगे पीछे नहीं हुआ. സമയമായപ്പോൾ, जब समय का पूरा हुआ, എന്തിനുള്ള किस സമയമായപ്പോൾ, चीज का समय? മനുഷ്യവർഗത്തിന്റെ കയോസ് നിറഞ്ഞ സിറ്റുവേഷനെ ചേഞ്ച് ചെയ്യുവാൻ ദൈവം വെച്ചിരുന്ന സമയമായപ്പോൾ, जब परमेश्वर ने इंसान का कयोस सिचुएशन को बदलने के लिए जो समय रखा था, वो जब समय पूरा हुआ, യേശു കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. यीशु मसीह पृथ्वी में उतर आया. അതുകൊണ്ടാണ് യേശു ആവർത്തിച്ച് പറയുന്നത്, इसके लिए यीशु बार बार कहा, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. मेरा समय अभी तक അവിടെ नहीं വിളിക്കുന്ന आया. പദം ഹവർ എന്നാണ് അല്ലേ? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. वहाँ इस प्रकार लिखते हैं, मेरा समय अभी तक नहीं आया. ഹല്ലേലൂയ. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. या आपको एक बात समझना है, അവർ എന്ന് പറയുന്നത് ഒരു ചെറിയ യൂണിറ്റ് അല്ലേ? ये जो गंडी है वो Day कम है, എന്ന് പറയുന്നത് അതിലും വലിയൊരു യൂണിറ്റാ. दिन उससे ज्यादा है, അതിലും വലിയൊരു യൂണിറ്റ് ആണ് സീസൺ എന്ന് പറയുന്നത്. उससे भी बड़ा है मौसम. മനസ്സിലാകുന്നുണ്ടോ? ഹലോ, ചില സ്ഥലങ്ങളിൽ യേശു കർത്താവ് പറഞ്ഞു, कि यीशु ने कहा കാലത്തെ വിവേചിക്കണം. कि परमेश्वर ने बोला आपको मौसम को जांचना है. ഹല്ലേലൂയ. കാലം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ബിഗ് യൂണിറ്റ് അല്ലേ? ഒരു വലിയ യൂണിറ്റ് ആണ്. काल जो है बड़ा समय ഒരു है, വലിയ സീസൺ ആണ്. एक बड़ा सीजन ഒരു है, വലിയ സീസൺ ഉണ്ട്. एक बड़ा सीजन है. ദൈവിക പ്രവർത്തന പദ്ധതിയുടെ ഒരു വലിയ സീസൺ ഉണ്ട്. परमेश्वर कार्य का एक बड़ा मौसम ആ है. സീസണിൽ തന്നെ वही मौसम ദൈവം में അപ്പോയിന്റ് ചെയ്തു വെച്ചിരിക്കുന്ന परमेश्वर ഒരു नियुक्त किया हुआ മണിക്കൂറുണ്ട് കേട്ടോ. एक गंडा है, നിന്നെ തൊടുന്ന ഒരു നാഴികയുണ്ട് കേട്ടോ. तुझे छूने वाला एक समय है. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു मैं विश्वास करता ഇതൊരു हूं, അനുഗ്രഹിക്കപ്പെട്ട സീസൺ ആണെന്ന്. एक आशीषित से भरा हुआ ഈ मौसम है. സീസണിൽ നിനക്കുള്ള ദൈവിക സ്പർശനത്തിന്റെ നാഴിക ദൈവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. कि इस सीजन में परमेश्वर तुझे छूने का समय उसने सेट किया हुआ ചിലരെ है. നോക്കി പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുക, कुछ लोगों को देख पवित्र आत्मा आज कहता നിന്റെ है, സീസണിലാണ് നീ. तू तेरे मौसम में है, നിന്റെ आज നാഴിക വന്നു. तेरा घड़ी आ चुका നിന്റെ है, കർത്താവ് തൊടാനുള്ള സമയം വന്നു. तुझे छूने का समय आ നിന്റെ चुका है. ജീവിതത്തിൽ കയോസിനെ മാറ്റുന്ന ഒരു കൈറോസ് വെളിപ്പെടാനുള്ള സമയം വന്നെന്ന്. तेरे जीवन का कयोस को बदलने वाला एक कैरोस आ चुका है. ഈ വചനം സംസാരിക്കുമ്പോൾ ये वचन जब बातें कर रहा है, വിശ്വാസത്തോട് വചനത്തെ इस സ്വീകരിക്കണം. विश्वास के साथ वचन को എന്നിട്ട് स्वीकार പറഞ്ഞു, करो ഇന്ന് എനിക്ക് ദൈവാത്മാവ് തന്ന വചനമാണ്. और बोलो कि आज परमेश्वर ने मुझे दिया हुआ वचन है. എനിക്കൊരു ദിവസം ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട്. मेरे लिए परमेश्वर ने एक दिन എന്റെ बनाया മേൽ है. ദൈവത്തിന്റെ കരുണ വെളിപ്പെടുന്ന ഒരു ദിവസം ഉണ്ടാക്കിയിട്ടുണ്ട്. मुझ पे परमेश्वर करुणा प्रकट होने वाला एक ഈ दिन आया है. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ये भजन संहिता में ഓ മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുകയാണ്.
गिरनी जैसे नदी के पास जाने की इच्छा रहती है, उसी प्रकार मेरे आत्मा तेरे पास आने की इच्छा My रखता heart है। is longing for the living God. मेरा Hallelujah. हृदय जो है जीवित परमेश्वर I की इच्छा want रख to रहा be है। in His presence. मुझे उसके उपस्थिति में നിന്റെ होना है। സന്നിധിയിലേക്ക് വരുവാൻ, ജീവനുള്ള ദൈവത്തിന്റെ അടുക്കലേക്ക് വരുവാൻ എന്റെ ഹൃദയം തുടിക്കുകയാണെന്ന്. जीवित परमेश्वर के सन्निधि में आने के लिए मेरा मन तड़प रहा है। മിണ്ടാതെ നിശബ്ദമായിരുന്നു നീ വചനം സ്വീകരിക്കരുത്. कि चुपचाप बैठ के वचन को स्वीकार വചനം ना പറയുന്നത് करे। നിന്റെ വായ വിസ്താരത്തെ തുറക്കാനാ. वचन कहते तेरे मुंह को വചനം खोल। അങ്ങോട്ട് വാ തുറന്ന് സ്വീകരിച്ചോണം. वचन जब बोलते हैं तो मुंह खोल के ആമീൻ स्वीकार പറഞ്ഞ് करना है। സ്വീകരിച്ചോണം. आमीन कह के स्वीकार സ്തുതിച്ച് करना है। സ്വീകരിച്ചോണം. धन्यवाद കൈ दे के കൊട്ടി स्वीकार करना है। സ്വീകരിച്ചോണം. हाथ ताली बजा के കൈ स्वीकार करना കൊട്ടി है। സ്വീകരിച്ചോണം. हाथ ताली बजा के വലിയ स्वीकार करना വിടുതല है। കേട്ടോ. बहुत छुटकारा है। ശഖമന രഗശഖമന പ്രതികരിക്കുന്നവർ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നിന്ന് ചിലത് പ്രാപിച്ച് മടങ്ങിപ്പോകും. जो इसको स्वीकार करेगा वो परमेश्वर के हाथ से कुछ प्राप्त करके जाएगा। വചനത്തോട് പ്രതികരിച്ചുകൊണ്ടിരുന്നാട്ടെ. अगर आप वचन को अगर स्वीकार करेंगे, വചനത്തോട് പ്രതികരിച്ചുകൊണ്ടിരുന്നാട്ടെ. यदि आप वचन को स्वीकार करेंगे, ശഖമന അമദൽ ഫംശൽ ഖമന വായ തുറന്ന് ദേലഗർശൽ ഖമന ജുമന ലഗർശഖമന അർദ്ധമന റംശൽ ഖമന പ്രാർത്ഥിച്ചാട്ടെ आप പ്രാർത്ഥിച്ചാട്ടെ. प्रार्थना कीजिए। സഹോദരി സഹോദരി बहनों, നിന്റെ ജീവിതത്തിന്റെ വിടുതലിന്റെ ദിവസം അടുത്തെന്ന്. बहन तेरे जीवन का जो छुटकारा का दिन नजदीक है। നിന്റെ ജീവിതത്തിൽ ദൈവം ഇറങ്ങി വരുന്ന ഒരു കൈറോസ് ഡേ. ഹല്ലേലൂയ. कि तेरे जीवन में परमेश्वर उत्तर आने वाला कैरोस डे, ടൈം അടുത്ത് വന്നെന്ന്. वो नियुक्त समय आ चुका है। മേരിയുടെ അടുത്തിരിക്കുന്ന സഹോദരിയോട് ദൈവാത്മാ പറയാ, റെഡ് ഡ്രസ് അല്ലേ, റെഡോ പിങ്കോ, ആ ഡ്രസ് ധരിച്ച സഹോദരിയോട് ദൈവത്തിന്റെ ആത്മാ പറയുക. और मेरी सिस्टर के बाजू में जो बेटी है, जो बहन है, जो ड्रेस पहना है, इंदिरा आंटी ബാക്കിൽ ഇരിക്കുന്ന इंदिरा आंटी का बैग में जो बेटी हुई बहन। सिस्टर आपकी नाम बताइए. हाँ आपको ही बोला मैंने. इंदिरा आंटी का पीछे आपकी नाम बताइए. मीना मीना सिस्टर, आपके जीवन में प्रभु का छुटकारा का समय निकट आ चुका है. हाथों को उठा के धन्यवाद दे दीजिए प्रभु जी को. हाथों को उठा के धन्यवाद दे दीजिए. यीशु नासरी के नाम है जीवन में बंद हो गई अवस्थाओं को हम खोल के एक चमत्कार हम बुला के प्रार्थना करते हैं. हम शल्का मना रम शल्का मना यीशु नासरी के नाम है. बैठ जाइए सिस्टर. हालेलुया. बैठ जाइए. हालेलुया. मैंने क्या कहा? ഞാൻ എന്തോ പറഞ്ഞത്? നിങ്ങളുടെ ജീവിതത്തിൽ കയോസിനെ മാറ്റി ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തെ ഓർഡറിൽ കൊണ്ടുവരുന്ന ഒരു അപ്പോയിന്റഡ് ടൈം വെളിപ്പെടാൻ പോകുകയാണ്. आपके जीवन का chaos को हटा के आपके जीवन को एक ऑर्डर में लेके आने वाला समय आ चुका പാഴും है। ശൂന്യമായിരുന്നു. पृथ्वी जो है बेडोल और सुनसान था। ദൈവം പാഴും ശൂന്യമായ ഭൂമിയെ മാറ്റി परमेश्वर बेडोल पृथ्वी को हटाया। ഹല്ലേലൂയ. ഒരു ദിവസം ഉണ്ടാക്കി. एक दिन बनाया। ഓരോ ദിവസവും അവൻ സൃഷ്ടിച്ചുകൊണ്ടിരുന്നല്ലേ. हर दिन वो कुछ ना कुछ उत्पन्न किया। ആദ്യം വെളിച്ചമുണ്ടാക്കി. വെളിച്ചമുണ്ടായപ്പോൾ ദിവസമുണ്ടായി. പിന്നെ ദിവസത്തെ എണ്ണാൻ തുടങ്ങിയിട്ട് every day something was happening. कि सबसे पहले उसने प्रकाश को बनाया, उसके बाद दिन को बनाया, Every और day. हर दिन वो कुछ ना कुछ बनाते गए। Every day something was happening. हर दिन कुछ ना कुछ हो रहा था। First day something took place. पहला दिन कुछ हुआ, Second day something took place. दूसरा दिन कुछ हुआ, Third day something took place. तीसरा दिन कुछ हुआ। And God said it is good. Hallelujah. और परमेश्वर बोले अच्छा है। എല്ലാ ദിവസവും हर दिन നല്ലത് ചിലത് സംഭവിച്ചുകൊണ്ടിരിക്കുക. हर दिन कुछ अच्छा भला हो അതല്ലേ गया। റംശൽ ഖമാനെ. ഞാൻ സാംസ് 42 ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Psalms 42 परमेश्वर को धन्यवाद देता हूँ। വായിച്ചപ്പോൾ ഈ റെവലേഷൻ ഇതിനകത്ത് കിടക്കുന്നത് എനിക്ക് അറിയത്തില്ലായിരുന്നു. ये जब पढ़ा तो रेवलेशन के अंदर मुझे पता नहीं था। കിട്ടിയ റെവലേഷൻ കേട്ടോ. ये स्टेज में मिला हुआ प्रकाशन है। എല്ലാ ദിവസവും. हर दिन, Can somebody say എല്ലാ ദിവസവും. हर क्या बोलते हैं, हर दिन ദൈവത്തിന്റെ ദയ എനിക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാണ്. परमेश्वर का दया मुझके प्रकट होने वाला രാവിലെ है। എനിക്ക് വേണ്ടി സ്വർഗ്ഗം പ്രവർത്തിക്കാൻ പോകുകയാണ്. सुबह मेरे लिए परमेश्वर कार्य Every करने day वाला God है। is going to create something new in my life to change my chaos Amen. situation. हर दिन परमेश्वर मेरा दिन में नया कुछ ഏമാ उत्पन्न ലഗർ करेगा ശഖനെ. ताकि वो मेरा chaos ഹത്തൽ को हटा ഫംശൽ दे। ഖമൻ. എല്ലാ ദിവസവും हर दिन എന്റെ കയോസായ അവസ്ഥയെ മാറ്റാൻ आमीन, हालेलुया। हर दिन मैं chaos अवस्था को ദൈവം ചിലത് बदलने के लिए പുതിയത് സൃഷ്ടിക്കാൻ പോകുകയാണ്. परमेश्वर कुछ नया क्रिएट എന്നിട്ട് करेगा। എന്റെ ജീവിതത്തെ നോക്കി ദൈവം പറയാൻ പോകുകയാണ്. और मेरे जीवन को देख परमेश्वर कहेगा നല്ലത്. अच्छा है, You have improved. You have improved. अच्छा है कि तू भला हुआ। ഇന്നലത്തെ സിറ്റുവേഷൻ മാറി കേട്ടോ. आज की तरह अवस्था बदला, ഇന്നലത്തെ സിറ്റുവേഷൻ മാറി കേട്ടോ. कल का अवस्था बदला, പുതിയത് ചിലത് നിന്റെ ജീവിതത്തിൽ ഉണ്ടായി കേട്ടോ. कि नया तेरे जीवन में कुछ उत्पन्न हुआ। ഞാൻ സീക്രട്ട് പറഞ്ഞുതരാം. मैं आपको एक सीक्रेट कहता എല്ലാ हूँ। ദിവസത്തിനും ഒരു രാത്രി എന്തിനാ വെച്ചിരിക്കുന്നതെന്ന് हर അറിയാമോ? दिन को एक रात क्यों रखा That's है? the time you celebrate. वो दिन है, वो रात है That's आपको the time you सेलिब्रेट करने sing के लिए। unto God. Hallelujah. तब आप परमेश्वर को ആ ढूंढते हैं। സമയമാണ് നീ പാടി ആരാധിക്കുന്നത്. उस समय तू गीत गा के ഇന്ന് आराधना करते രാവിലെ हैं। നിന്റെ ജീവിതത്തിൽ
ജീവിതത്തിലെ സൃഷ്ടിപ്പിന്റെ പ്രവൃത്തിയുടെ മഹത്വം കണ്ടിട്ട് आमीन आमीन सुबह तेरे जीवन में परमेश्वर ने किया सृष्टि का महिमा देख के ഇന്ന് പ്രഭാതത്തിൽ നീ കണ്ട ഗ്ലോറി ഇന്ന് പ്രഭാതത്തിൽ നീ കണ്ട മിറക്കിൾ കണ്ടിട്ട് आज के सुबह का तेरी महिमा को देख के നീതിമാന്റെ കൂടാരത്തിൽ രാത്രി ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ആനന്ദത്തിന്റെയും സ്വരമുയരുമെന്ന് कि धार्मिक के घरों में हर दिन रात को जय का और आनंद का आवाज उठेगा ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി ദൂത് പറയുക परमेश्वर के पवित्र आत्मा कुछ लोगों को देख के वाणी दे रहे ഇന്നലകളിൽ നിന്റെ പാസ്റ്റിൽ पास्ट നീ में രാത്രിയിൽ വിലപിക്കുന്ന രാത്രിയായിരുന്നു कि तू जो रात को रोने वाला നീ रात में രാത്രിയിൽ വിഷാദിച്ച് ഞരങ്ങുന്ന रात को രാത്രിയായിരുന്നു तू दुख से भरा हुआ रात था ഇന്നലകളിൽ നിന്റെ രാത്രിയിൽ जो भूतकाल में നീ तेरा जो रात തലമുറയെ था കണ്ണുനീര് കൊണ്ട് നനച്ച രാത്രിയായിരുന്നു तू रात को पूरा आंसुओं से भिगाया നിന്റെ था ശബ്ദം പുറത്ത് കേൾക്കാതെ कि तेरा आवाज बाहर ഓ, नहीं निकलते നീ हुए പല്ല് കടിച്ച് നീ തലവണയിൽ മുറുകെ പിടിച്ച് ഏങ്ങലടിച്ച രാത്രിയായിരുന്നു कि तू अपने आवाज को अंदर ही दबा के तू गुट गुट के रोने वाला अवस्था था നിനക്ക് വേണ്ടി ദൈവം ഒരു ദിവസം ഉണ്ടാക്കാൻ പോകുക तेरे लिए परमेश्वर एक दिन बनाने वाला ഒരു है മിനിറ്റ് അങ്ങോട്ടും പോകത്തില്ല एक क्षण आगे भी नहीं ഒരു जाएगा മിനിറ്റ് ഇങ്ങോട്ടും പോകത്തില്ല एक क्षण पीछे भी नहीं God आएगा will never become late. Hallelujah. परमेश्वर कभी देरी नहीं होगा Oh, in history he was never late. Hallelujah. परमेश्वर कभी देरी नहीं അവൻ आएगा ഒരിക്കൽ പോലും താമസിച്ചു പോയിട്ടില്ല. वो कभी भी देरी नहीं हुआ Never, 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 never. Hallelujah. वो कभी भी देरी नहीं Never, हुआ never. He is sorry. He said sorry. I became late. यीशु Hallelujah. कभी नहीं बोलेगा क्षमा करना में देरी हो ഹിസ്റ്ററിയിൽ गया ഇന്ന് വരെ കർത്താവ് പറഞ്ഞിട്ടില്ല. आज तक परमेश्वर ने "അയ്യോ, नहीं कहा എനിക്ക് അബദ്ധം പറ്റി. मुझसे गलती हो ഞാൻ गया ഇച്ചിരി late ആയി പോയി." मैं थोड़ा देरी He हो never गया asked sorry. वो कभी सॉरी नहीं कहेगा അങ്ങനെ sorry പറയാൻ वो ऐसा माफी मांगने അവൻ के लिए മനുഷ്യനല്ല. वो इंसान नहीं അവൻ है വാക്ക് മാറുന്നവനല്ല. वो बातों को बदलता അവൻ नहीं है ശക്തമാന, റംശൽക്കമാന. കരങ്ങളെ ശക്തമായി അടിച്ച് हाथ ताली बजा के हुए കരങ്ങളെ ശക്തമായി അടിച്ച് हाथ ताली बजाते हुए ഈ വചനത്തിന് ഈ പ്രതികരണം പോരാ. ये മാതല. वचन को इस प्रकार नहीं स्वीकार इस करना वचन के है लिए इतना रिस्पॉन्स नहीं है. ये वचन ये हमारे रिस्पॉन्स केला अल्लाह लेकर शकेने. Oh, hallelujah. God is going to change your situation. परमेश्वर आपका अवस्था बदलने वाला God is है going to change your chaos into hallelujah order. Hallelujah. कि परमेश्वर आपका बिगड़ा हुआ अवस्था बदल God के has ऑर्डर में करने appointed वाला a है time for that. God has appointed a time for that. परमेश्वर ने उसके लिए एक नियुक्त समय Child of रखा है God, your season is here. कि परमेश्वर के बच्चों आपका मौसम आ Child of चुका God. है परमेश्वर के बच्चों Your appointed time, your kairos is here. आपका नियुक्त समय कैरोस अभी आ चुका है Ha, ഇന്നലെ രാത്രി നിനക്ക് കരയാനുള്ള രാത്രിയായിരുന്നു. कल रात तुझे रोने वाला रात था വിഷാദിച്ച് ഞരങ്ങിയ രാത്രിയായിരുന്നു. तू कुड़कुड़ाया हुआ रात है നിന്നോട് തന്നെ ചോദിച്ചു, तू अपने आप को पूछा കർത്താവേ ഹല്ലേലൂയ परमेश्वर ഹല്ലേലൂയ എന്റെ വിടുതൽ എപ്പോഴാണ് വരുന്നത്? मेरा छुटकारा कभी आने वाला നിന്റെ है ദൈവം എവിടെയെന്ന് നാട്ടുകാർ എന്നോട് ചോദിച്ചു. और दुनिया वाले पूछे तेरे നീ परमेश्वर कहाँ പ്രാർത്ഥിച്ചിട്ട് है എന്ത് കിട്ടിയെന്ന് ചോദിച്ചു. तू प्रार्थना करके क्या मिला ഹല്ലേലൂയ. എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നു. मेरे आंसू दिन रात मेरा भोजन बन गया ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് मैं वहां बैठ എന്റെ के പഴയകാലം ഞാൻ ഓർത്തു. मैं मेरा भूतकाल को याद किया ഉത്സവത്തിന്റെ നടുവിൽ പുരുഷാരത്തോടൊപ്പം ഞാൻ ദേവാലയത്തിൽ ചെന്ന് നൃത്തം ചെയ്ത് ആരാധിച്ച ആ പഴയ നല്ല കാലങ്ങൾ ഞാൻ ഓർത്തു. मैं मेरा पुराना दिन याद किया जब त्योहार के समय में परमेश्वर के അയ്യോ, मंदिर में जाकर उसे എന്റെ आराधना करता ദിവസങ്ങളൊക്കെ था പോയല്ലോ. वो अच्छे दिन सब चले गए പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ കൾച്ചറിൽ നോക്കി പറയുക, पवित्र आत्मा आपको देख के നീ कहता है സങ്കടപ്പെടണ്ട. आपको दुख नहीं होना നിന്റെ है ഉള്ളത്തിന്റെ ഉള്ളത്തിൽ ജീവനുള്ള ദൈവത്തിനായിട്ട് ഒരു ദാഹമുണ്ടെങ്കിൽ, अगर तेरे अंदर ही अंदर जीवित परमेश्वर की इच्छा है तो ജീവനുള്ള ദൈവം जो जीवित നിന്നെ परमेश्वर है ജീവിപ്പിക്കുന്ന ദൈവമാണ്. आमेन हालेलुया जीवन जो परमेश्वर है जीवित ജീവനുള്ള परमेश्वर ദൈവം तुझे നിന്നെ जीवन देगा ജീവിപ്പിക്കുന്ന ദൈവമാണ്. और जीवित परमेश्वर तुझे जीवन देगा നിന്നെ ഉയർപ്പിക്കുന്ന ദൈവമാണ്. और तुझे जिगाने वाला മണ്ണോട് परमेश्वर है മണ്ണായി മറഞ്ഞു പോയാലും भले तू मट्टी से मिट्टी बन गया हो ഓ നിന്നെ ഉയർപ്പിക്കുന്ന ഒരു ദൈവം, वो तुझे जिगाएगा ഇല്ലാത്തതിനെ ഇല്ലായ്മയിൽ നിന്ന് ഉള്ളതുപോലെ വിളിച്ചു ചേർത്ത ദൈവം, जो है ही नहीं उसको शून्यता से है जैसा बुलाने वाला परमेश्वर പാഴും ശൂന്യമായതിനെ जो बेडोल और सुनसान था ഓ ഹല്ലേലൂയ ഒന്നുമില്ലാത്തതിനെ जहाँ कुछ भी नहीं था കയോസ് ആയതിനെ chaos जो था തമാശക്കമൻ ഓർഡറിലേക്ക് കൊണ്ടുവന്ന ദൈവം उसको ऑर्डर में ले आया നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുക. वो तेरे लिए कार्य करेगा എവരി ഡേ, हर दिन എല്ലാ ദിവസവും हर दिन നിന്റെ ജീവിതത്തെ ദൈവം റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. हर दिन परमेश्वर तेरे जीवन को रिस्टोर करेंगे എല്ലാവരും പറഞ്ഞോട്ടെ, കർത്താവ് അങ്ങനെ ചെയ്യുന്നു. हर हर जीवन में परमेश्वर करेगा സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കേട്ടോ. वो स्टेप बाय स्टेप है ഫസ്റ്റ് ഡേ
पहला दिन God created something. परमेश्वर ने कुछ बनाया. Second day, दूसरा दिन He created something. उसने कुछ और बनाया. എന്നിട്ട് ഈവനിങ് ആയപ്പോൾ സന്ധ്യയായി ഉഷസ്സായപ്പോൾ और जब रात हुआ ദൈവം പറഞ്ഞു നല്ലത്. परमेश्वर अच्छा That's है. a time to celebrate. बोला कि Hallelujah. ये समय है आनंद That's a बनाने time का. to celebrate. ये आनंद बनाने That's का a time to celebrate. और आनंद बनाने का है. ഇത് ഒറ്റ ദിവസം കൊണ്ടല്ല സംഭവിക്കുന്നത്. वो एक दिन में नहीं. ദൈവ പൈതലെ നിന്റെ കയോസിനെ ദൈവം മാറ്റുന്ന ഒരു ദിവസം കൊണ്ടല്ല. परमेश्वर के बच्चों आपके chaos को परमेश्वर एक दिन में नहीं बदलता है. സ്റ്റെപ്പ് ആയിട്ടാ. और स्टेप बाय स्टेप है. ജെനസിസ് ചാപ്റ്റർ 1 പഠിച്ചാൽ ഇത് മനസ്സിലാകും. ये जेनेसिस 1 पढ़े तो हमें पता चलेगा. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ദൈവം കയോസിനെ കോസ്മോസ് ആക്കി അല്ലെങ്കിൽ ഓർഡറിലേക്ക് മാറ്റുന്നത്. और स्टेप बाय स्टेप पे परमेश्वर chaos को कॉस्मोस നമ്മുടെ बनाया. ജീവിതത്തെ ദൈവം അങ്ങനെ മാറ്റുന്നത്. हमारे जीवन को वैसे बदलता ഒറ്റ है. ദിവസം കൊണ്ടല്ല. एक दिन में नहीं, एक क्षण में പല नहीं. ദിവസങ്ങൾ എടുക്കുന്നേ. उसके लिए कुछ दिन लगेंगे. God is doing a process in your life. वो परमेश्वर आपके जीवन में कार्य You कर may रहे be हैं. going through the first stage of your process. अब पहला पड़ाव में रहेगा. Some of you നിങ്ങൾ ചിലർ രണ്ടോ മൂന്നോ സ്റ്റേജ് മുന്നിലോട്ടായിരിക്കാം. हो सकता है दूसरा कोई व्यक्ति है जो तीसरा या चौथा में रहेगा. ദൈവം പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുക. परमेश्वर एक प्रोसेस कर रहा എല്ലാ है. ദിവസത്തെ പ്രോസസ് കഴിയുമ്പോൾ हर दिन का प्रोसेस के बाद ദൈവം പറയും परमेश्वर बोलेगा Oh, आमेन. it is good. Hallelujah. अच्छा है. നന്നായിട്ടുണ്ട്. अच्छा है. ഇന്ന് आमेन. പിന്നെ ഞാൻ പണിതു. आज अन्य को बनाया. Something took place in his life. कुछ उसके जीवन में It हुआ. is good. Hallelujah. अच्छा है. അത് നല്ലതാ. वो अच्छा है. കേട്ടോണേ. सुनिए. Hallelujah. പഴം ശൂന്യമായതിനെ നോക്കിയിട്ട് सुनशान और बेडोल को देख के, പഴം ശൂന്യമായതിനെ നോക്കി बेडोल और सुनशान को देख के, കയോസായി കിടക്കുന്നതിനെ നോക്കി chaos जो है उसको देख വചനം के, ഇങ്ങനെ പറഞ്ഞു. वचन इस प्रकार कहता है. ആഴത്തിന്റെ മീതെ गहराई में ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. परमेश्वर का आत्मा कार्य किया. That is the first stage. वो था पहला स्टेज. തകർന്നതിനെ പണിയാൻ जो नाश तो उसे बनाने के लिए ആദ്യം ഇറങ്ങി വരുന്നത് പരിശുദ്ധാത്മാവാ. पहला जो उत्तर आता है पवित्र आत्मा है. ഹലോ, നിങ്ങൾ കേട്ടോ? I said something. Hallelujah. मैंने कहा कुछ. തകർന്നതിനെ പണിയാൻ जो टूटा हुआ को बनाने के लिए ആദ്യം ഇറങ്ങി വരുന്നത് പരിശുദ്ധാത്മാവാ. सबसे पहले उत्तर आता है पवित्र आत्मा. പാസ്റ്റർ അല്ല കേട്ടോ. पास्टर नहीं, പ്രീച്ചർ അല്ല കേട്ടോ. प्रचारक नहीं. അവരാരും വരുന്നതിന് മുമ്പേ वो कोई भी आने से even पहले though you were not aware of that. कि Hallelujah. भले तू पवित्र आत्मा को नहीं Without जानता है, your knowledge. कि Hallelujah. बिना तेरे ज्ञान का Holy Spirit is hovering over you. कि पवित्र आत्मा तुझ पे उम्मेड़ रहा था. Oh, hamashakamana. Jubana ramshal kamana. Hadale ramshal kamana. Hamal tala ragashakar. ദൈവത്തെ സ്തുതിച്ചാട്ടെ, മഹത്വപ്പെടുത്തിക്കാട്ടെ. നീ യേശുവിനെ അറിയുന്നതിന് മുമ്പേ, तू यीशु को जानने से നീ पहले, ആദ്യത്തെ പ്രസംഗം കേൾക്കുന്നതിന് മുമ്പേ, तू उसका प्रचार सुनने से നീ पहले, ആ മീറ്റിംഗിൽ പോകുന്നതിന് മുമ്പേ, तू मीटिंग में जाने से पहले നിന്റെ മേൽ പരിവർത്തിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുണ്ട്. तेरे ऊपर कार्य करने वाला एक पवित्र आत्मा का कार्य है. നഷ്ടപ്പെട്ടു പോകാതെ, तू नष्ट नहीं होने के लिए, തകർന്നു പോകാതെ, तू नाश नहीं होने के Holy लिए, Spirit was hovering over you. कि पवित्र आत्मा तुझे मंडरा रहा था. ഹലോ, ഈ വചനം ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ മെയിൻലി ഇന്ന് രാവിലെ ये वचन आज सुबह ദൈവാത്മാവ് എന്നോട് സംസാരിച്ചപ്പോൾ पवित्र आत्मा पासवान से जो बातें किया, എന്നോട് ദൈവാത്മാവ് പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. परमेश्वर ने परस्तान से जो कहा कहता हूं, amazing. वो बहुत ही खूबसूरत है. chaos जो है Complete orderless. कि पूरा बिना क्रम का है, Complete orderless. बिना कोई क्रम का है. chaos എന്ന് പറഞ്ഞാൽ complete orderless. कॉस्मोस मतलब पूरा क्रम में है. chaos. chaos Complete orderless. बिना कोई क्रम का है. Hallelujah. ശൂന്യതയാണ്, शून्यता है, ഇരുട്ടാണ്, अंधकार है, Hallelujah. പാഴാണ്, और सुनसान है complete. पूरा. പക്ഷെ രാവിലെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, सुबह पवित्र आत्मा ने कहा കംപ്ലീറ്റ് കയോസിൽ ഒരു മനുഷ്യൻ പോലും ഇല്ല. कंप्लीट जो chaos में कोई भी व्यक्ति नहीं है. ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടോ? मैं जो बोल रहा समझ में आ रहा है? आमीन. കംപ്ലീറ്റ് കയോസിൽ ഒരു മനുഷ്യൻ പോലും ഇല്ല. कंप्लीट chaos में कोई भी व्यक्ति नहीं है. പരിശുദ്ധാത്മാവ് പറഞ്ഞു, पवित्र आत्मा का അവര് പോലും അറിയാതെ वो भी ना जानते हुए, എന്റെ ആത്മാവ് आमेन അവരുടെ മേൽ आमेन hover आमेन ചെയ്യുന്നുണ്ട്. आमेन, मेरा आत्मा उसके ऊपर कार्य कर रहा है. നിങ്ങൾ പറയും കംപ്ലീറ്റ് ഡാർക്ക്നെസ് ആണെന്ന്. आप कहेंगे पूरा अंधकार है, But I see a beacon of light. लेकिन मैं छोटा सा एक दिया देख I रहा see हूं. a beacon of light मैं एक inside that छोटा सा fellow. लाइट देख रहा हूं. ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട മനുഷ്യന്റെ അകത്തും ये दुनिया के सबसे बेकार इंसान के ഞാൻ अंदर भी ഒരു ചെറിയ വെളിച്ചം കാണുന്നുണ്ട്. मैं एक छोटा सा दिया देख रहा हूं. അതിന്റെ റീസൺ എന്താണെന്നറിയാമോ? उसका कारण क्या है? അവന്റെ അകത്ത് ദൈവത്തിന്റെ ഒരു സാധനം ഇരിപ്പുണ്ട്. उसके अंदर परमेश्वर का कुछ रखा है. അവന്റെ അകത്തിരിക്കുന്ന അവന്റെ സോൾ, അവന്റെ Amen. സ്പിരിറ്റ്, അവന്റെ ആത്മാവ്
उसके अंदर जो उसका आत्मा है ഹലോ അത് ദൈവത്തിൻ്റെതാ, वो परमेश्वर का है, അത് ദൈവത്തിൻ്റെതാ. वो परमेश्वर का അവന്റെ है। ശരീരത്തിൽ എത്ര പാപം ചെയ്ത് എത്ര ബേട്ടോള എത്ര നശിച്ചു പോയ വ്യക്തിയാണെങ്കിലും वो भले शरीर में पाप करे, कितना भी बेडोल हो, कितना भी नाश हो व्यक्ति हो, carrying something precious inside him. उसके अंदर बहुमूल एक चीज So I है। see a beacon of light inside him. तो उसके अंदर छोटा सा एक रोशनी में देखता हूँ। കേൾക്കുന്നുണ്ടോ നിങ്ങൾ? आप सुन रहे हैं? കർത്താവിന്റെ ആത്മാവിനോട് പറഞ്ഞത് परमेश्वर की आत्मा ने कहा അങ്ങനെ ടോട്ടലി നഷ്ടപ്പെടുവാൻ ഇനി ഒരു രക്ഷയുമില്ലാത്ത ഒരു മനുഷ്യൻ പോലുമില്ല. कि ऐसा उद्धार नहीं पा सकते, पूरी तरह से नाश हुआ कोई भी व्यक्ति नहीं You may है। be the most hopeless person. हो सकते आप सबसे बिना उम्मीद वाला आदमी But हो, still Holy Spirit is working in your life. फिर भी पवित्र आत्मा आपके जीवन में But कार्य still करता है, heaven is pouring out His grace upon you. और स्वर्ग आपके ऊपर उसका दया उबल रहा है। Hallelujah. ഭൂമി പാഴും ശൂന്യതമായതുപോലെ ആരുടെയെങ്കിലും ജീവിതാവസ്ഥയുണ്ടോ? कि कोई भी किसी का अवस्था है क्या जैसे पृथ्वी बेडोल और सुनसान था, वैसा अवस्था है किसी का? ആരുമില്ല കേട്ടോ. कोई नहीं है। നമ്മൾ ആരും അങ്ങനെ അവസ്ഥയിൽ പോയിട്ടില്ലെന്ന്. हम में से कोई भी ऐसा अवस्था में नहीं गया है। We may be having some situations in life. हमारे जीवन में कुछ अवस्था हो सकता है, we are far better than ഭൂമിയുടെ ആ സിറ്റുവേഷനേക്കാളും നമ്മൾ ഒത്തിരി ബെറ്റർ ആ കേട്ടോ. पृथ्वी को आरंभ का अवस्था से हम बहुत ही अच्छे हैं। സഹോദര ഒത്തിരി ഹോപ്പ് ഉണ്ട്, भाई बहुत उम्मीद है, സഹോദരി ഒത്തിരി ഹോപ്പ് ഉണ്ട്. बहन बहुत उम्मीद है, തകർന്നു പോയിട്ടില്ല, नाश തീർന്നു नहीं പോയിട്ടില്ല. हुआ है, अंत नहीं There is हुआ a है। chance for the restoration. वहाँ एक उम्मीद है रिस्टोरेशन There is a का, chance for the restoration. एक उम्मीद है फिर से बनाने का। ആമീൻ പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. आमीन बोल के स्वीकार പാഴും करो। ശൂന്യമായതിനെ നോക്കിക്കൊണ്ട് बेडोल और सुनसान को देख के ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറയുക, आज से पवित्र आत्मा ഞാൻ कहता है കൈവിട്ടിട്ടില്ല കേട്ടോ. मैं हाथ नहीं छोड़ा है, എന്റെ ആത്മാവ് നിന്റെ കൂടെ ഉണ്ടെന്ന്. मेरे आत्मा तेरे साथ है। आमीन। That is the first stage. वो पहला पड़ा, ആത്മാവുള്ളത് കൊണ്ടാ वो आत्मा है നീ बोल के നഷ്ടപ്പെട്ടു പോകാതെ, तू नष्ट नहीं നീ हुआ പോലും അറിയാതെ बिना तेरी നിന്റെ जानकारी का, കാലിനെ ദൈവം ആ മീറ്റിംഗിലേക്ക് നടത്തിയത്. कि तेरे पैरों को उस मीटिंग में अगवा किया। നീ ആത്മാവുള്ളത് കൊണ്ടാ आत्मा है कि ആരോ നിനക്കൊരു മെസ്സേജ് ഇട്ട് തന്നത്. कोई तो तुझे एक मैसेज डाला। ഹലോ, ആ പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ ഇരിക്കുന്നത് കൊണ്ടാ वो पवित्र आत्मा तेरे साथ था നീ कह के അറിയാത്ത പാതകളിലൂടെ ദൈവം നിന്നെ തൊട്ടുകൊണ്ടിരുന്നത്. कि तू ना जानते वैसा मार्ग से परमेश्वर ने तुझे യേശു छुआ। ആരെന്നറിയാതിരുന്നപ്പോൾ जब यीशु कौन है नहीं जानता था, ഹല്ലേലൂയ, അവൻ നിന്നെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. वो तुझे छू रहा है। സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്നറിയാമോ? दूसरा पड़ाव क्या है? അടുത്ത വാക്ക്, अगला आयत, ദൈവം ഒറ്റ വാക്ക് പറഞ്ഞു. परमेश्वर ने एक शब्द कहा। God said something. परमेश्वर ने कुछ कहा। When God speaks something to your life, परमेश्वर तेरे जीवन में कुछ बोलेगा। I said something. कुछ कहा। ദൈവം നിന്റെ ജീവിതത്തിൽ ചിലത് പറയുമ്പോൾ, आमीन। जब परमेश्वर तेरे जीवन में कुछ कहेगा, പറയുമ്പോൾ जब कहेगा आमीन, ചിലത് സംഭവിക്കും. तो कुछ होगा आमीन। ദൈവത്തിന്റെ വാ കൊണ്ട് ഒരു വാക്ക് പറയുമ്പോൾ जब परमेश्वर अपने जबान से एक बात कहेगा, കയോസാ കേട്ടോ, वो कयोस था। കയോസിനെ മാറ്റണം കേട്ടോ. कयोस को हटाना है। ദൈവം പറഞ്ഞെന്ന്, परमेश्वर ने कहा। that is the second step. वो दूसरा पड़ाव എന്താ था। പറഞ്ഞത്? क्या कहा? ചെറിയൊരു സെന്റൻസ്, एक छोटी सी बात, let there be light. प्रकाश होने दे, let there be light. प्रकाश होने दे, വെളിച്ചമുണ്ടാകട്ടെ. प्रकाश होने दे। ഇന്ന് പകൽക്കാലം നിങ്ങളെന്നൊക്കെ പ്രവചിക്കുകയാ. आज तुम्हें देख के कहता है, നിങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ട് നിറഞ്ഞെടുത്ത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ आमीन। വെളിച്ചമുണ്ടാകട്ടെ. जहाँ आपके जीवन अंधकार से भरा हुआ यीशु मसीह के नाम से उजियाला होने സകല दे। ലോകത്തെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം, कि जो सगले पूरे दुनिया को जो प्रकाशित करने वाला ഇരുട്ടിന് सच्चाई, ജയിക്കാൻ കഴിയാത്ത വെളിച്ചം, जो अंधकार जो उसे हरा नहीं सकते അങ്ങനെ वैसा ഒറ്റ प्रकाश, ഒരു വെളിച്ചം മാത്രമേ ഉള്ളൂ കേട്ടോ. उसके ऊपर कोई प्रकाश एक സകല ही है। ലോകത്തെയും പ്രകാശിപ്പിക്കുവാൻ കഴിയുന്ന സത്യ വെളിച്ചം, कि पूरे दुनिया को प्रकाशित करने वाला सच्चाई का जो ഇരുട്ടിന് प्रकाश, ജയിക്കാൻ കഴിയാത്ത വെളിച്ചം. जो अंधकार जो हरा नहीं सकते वैसा അവൻ प्रकाश, ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, उसने पुकार के ഞാൻ कहा, ലോകത്തിന്റെ വെളിച്ചമാ. उसने कहा मैं दुनिया का प्रकाश ഇന്ന് हूं। പകൽക്കാലം ലോകത്തിന്റെ വെളിച്ചമാകുന്ന യേശു കർത്താവ് आज जो दुनिया का जो उजाला जो यीशु मसीह, നിങ്ങളുടെ മേൽ ഉദിക്കട്ടെ. वो तुम पे उज्जवल होने दे, നിങ്ങളുടെ മേൽ ഉദിക്കട്ടെ. तुम पे उज्जवल होने दे। നീതി സൂര്യൻ, जो धार्मिकता का सूरज, നീതി സൂര്യൻ धार्मिकता का सूरज, രോഗോപശാന്തിയോടെ जो पूरे शांति के ഇരുട്ടിൽ साथ പ്രകാശിക്കുന്ന വെളിച്ചം പോലെ अंधकार में प्रकाशित होने वाला प्रकाश के നിങ്ങളുടെ समान, മേൽ ഉദിക്കട്ടെ. वो तुम पे God उगने is दे। going to change your chaos. परमेश्वर आपके chaos को हटाने वाला है। ഹമ ശഖമന. ഹല്ലേലൂയ. ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ അവസാനത്തെ അധ്യായത്തിൽ അത് എഴുതിയിരിക്കുന്നത്. कि ओल्ड टेस्ट का अंतिम अध्याय में वो लिखा है, ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ അവസാനത്തെ അധ്യായം,
ओल्ड टेस्टमेंट का पुराने नियम का अंतिम മലാക്കി में 4-ാം അധ്യായം मलाकी 4 അവിടെ എഴുതിയിരിക്കുക, वहां लिखा है നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടി ഉദിക്കും. कि धार्मिक का सूरज जो है कि शांति के साथ उगेगा. ഹല്ലേലൂയ. നീതി സൂര്യൻ ഉദിക്കുമെന്ന്, धार्मिकता का सूरज അവന്റെ उगेगा. ചിറകിന്റെ മറവിൽ ഹീലിംഗ് ആണെന്ന്, उसके पंखों में चंगाई है. അവന്റെ റോഷനി, അവന്റെ കിരണങ്ങൾ, അവന്റെ റേസ്, ഹല്ലേലൂയ, അങ്ങനെ അതിന്റെ ട്രാൻസ്ലേഷൻ. അവന്റെ റേസ് ആരുടെ മേലെങ്കിലും വീണാൽ ഓ അവൻ ഹീൽ ആവുകയാ. कि उसके जब प्रकाश जो उसकी रोशनी अगर किसी पे गिर जाते तो वो चंगा हो जाता. പാഴും ശൂന്യമാണോ? कि बेडो सुनसान है क्या? കർത്താവിന്റെ മഹത്വത്തിന്റെ കിരണം ഇന്ന് പകൽക്കാലം നിന്റെ മേൽ വീഴട്ടെ. हालेलुया. यीशु मसीह का महिमा का किरण आप पे गिरे. യേശു കർത്താവിന്റെ മഹത്വത്തിന്റെ ആ സൺറേ നിങ്ങളുടെ മേൽ ഒന്ന് വീഴട്ടെ. कि यीशु मसीह का महिमा का वो जो किरण है आपके ऊपर നാമത്തിൽ गिरे. പ്രാപിച്ചു ആ ഹീലിംഗ്. यीशु का नाम से चंगाई Get your को healing. Take that healing. आपके चंगाई को യേശുവിന്റെ प्राप्त നാമത്തിൽ. करें. If you are यीशु sick मसीह in के your नाम से body, let that light, let there be light, let there be light, let there be light. അവിടെ വെളിച്ചം ഉണ്ടാകട്ടെ, അവിടെ വെളിച്ചം ഉണ്ടാകട്ടെ, वहाँ उजाला होने दे, वहाँ उजाला होने दे, അവിടെ വെളിച്ചം ഉണ്ടാകട്ടെ, वहाँ उजाला होने दे, വെളിച്ചം ഉണ്ടാകട്ടെ, वहाँ उजाला होने दे. എല്ലാവരും പറഞ്ഞാട്ടെ വെളിച്ചം अरे ഉണ്ടാകട്ടെ. जब बोले उजाला होने दे, നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടെ कि धार्मिक का सीजन सूरज जो है चंगाई के साथ. മലാക്കി അത് പറഞ്ഞു നിർത്തിയെങ്കിൽ मलाकी को बोल के बंद किया तो സുവിശേഷത്തിൽ യോഹന്നാൻ തുടങ്ങിയത് എങ്ങനെയാണെന്ന് അറിയാമോ? सुख समाचार ने यूहन्ना ने किस ആദിയിൽ प्रकार शुरू किया? വചനമുണ്ടായിരുന്നു, पहले वचन വചനം था, ദൈവത്തോടു वचन കൂടിയായിരുന്നു. परमेश्वर के साथ था. പിന്നെ പറഞ്ഞു उसके बाद कहा സകലതും അവനായിട്ടാ ഉളവായത്, बोला कि सब कुछ उसी के द्वारा हुआ है. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായില്ല. कुछ भी उसके बिना उत्पन्न नहीं അവൻ हुआ. സകലത്തെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായിരുന്നു. सबको उजाला करने वाला सच्चाई का प्रकाश है. ഹല്ലേലൂയ. ഇരുട്ടിനെ പിടിച്ചെടുക്കാൻ കഴിയാത്ത സത്യ വെളിച്ചം, अंधकार जिसे पार नहीं कर सकते वैसे प्रकाश. നീതി സൂര്യൻ. धार्मिकता का सूरज. ഇന്ന് പകൽക്കാലം നീതി സൂര്യൻ നിങ്ങളുടെ മേലൊന്ന് ഉദിച്ചാൽ, अगर आप धार्मिकता का सूरज आपके ऊपर है, ഹല്ലേലൂയ, എന്ത് സംഭവിക്കും? क्या होगा? നിങ്ങളുടെ കയോസ് മാറാൻ തുടങ്ങും. आपका खयास जो है वो बदलेगा. അത് സ്റ്റെപ്പ് 2 ആണ്. वो स्टेप 2 है. യേശു കർത്താവ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ, यीशु मसीह अगर एक बार छुए, ആദ്യം ഞാൻ എന്താ പറഞ്ഞ പരിശുദ്ധാത്മാവ് ഒന്ന് ഹോവർ ചെയ്താൽ, कि पहले बोला कि पवित्र आत्मा जब उंडालेगा, പരിശുദ്ധാത്മാവ് നീ അറിയാത്ത വഴിയിൽ നിന്നെ നടത്തും. पवित्र आत्मा तू नहीं जानता वो उस मार्ग पे तुझे എങ്ങോട്ടാ चलाएगा. കൊണ്ടുപോകുന്നത്? कहाँ ले जाएगा? യേശുവിന്റെ അടുക്കലേക്ക്. यीशु के पास. ഒരു ലൈറ്റ് ട്രീറ്റ്മെന്റിന് വേണ്ടി, एक लाइट की संगाई के लिए, एक ലൈറ്റ് ട്രീറ്റ്മെന്റിന് एक വേണ്ടി, लाइट ट्रीटमेंट के लिए, വെളിച്ചം കൊണ്ടൊരു ചികിത്സയാ കേട്ടോ. कि प्रकाश के साथ एक കയോസിനെ മാറ്റുന്ന ചികിത്സയാ കേട്ടോ. chaos को बदलने वाला इलाज है. ട്രീറ്റ്മെന്റിന് വേണ്ടി അങ്ങോട്ട് കൊണ്ടുവന്ന് और प्रकाश का इलाज के നീതി लिए സൂര്യൻ നിന്നെ ഒന്ന് തൊട്ടാൽ, धार्मिकता सूरज जब तुझे അതിന്റെ छुएगा, കിരണം നിന്റെ മേൽ വീണാൽ, उसका किरण तुझ ऊपर സഹോദര गिरेगा. സഹോദരി നിന്റെ കയോസ് മാറുമെന്ന്, भाइयों बहनों तेरा chaos हट जाएगा. താറുമാറായ ജീവിതം മാറുമെന്ന്, जो बिना क्रम का जो जीवन है നീ वो ഒരു हट जाएगा. അത്ഭുതമായി तू മാറുമെന്ന് एक चमत्कार बन जाएगा. വിശ്വസിക്കുന്നുണ്ടോ? क्या तू विश्वास कर ഞാൻ सकते? അത്ഭുതമായി മാറും. क्या तू एक चमत्कार बन जाएगा? ദൈവമക്കളെ, परमेश्वर के बच्चों, യേശു തൊടാതെ बिना यीशु छुए ഒരു വ്യക്തിയുടെ കയോസ് മാറത്തില്ല. कोई व्यक्ति का chaos नहीं हटेगा. യേശു തൊടാതെ बिना यीशु छुए ഹല്ലേലൂയ നിന്റെ സിറ്റുവേഷൻ മാറത്തില്ല. तेरा अवस्था नहीं बदलेगा. ഹല്ലേലൂയ. യേശുവിനല്ലാതെ ആർക്കും നിന്നെ മാറ്റാൻ പറ്റത്തില്ല. बिना यीशु कोई भी तुझे बदल नहीं सकता. യേശുവിനല്ലാതെ ആർക്കും നിന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല. यीशु के बिना कोई तुझे उद्धार नहीं दे രക്ഷിക്കാൻ सकता. വരുന്ന പലരും ഒരു കുഴിയിൽ നിന്ന് നിന്നെ എടുത്ത് വേറെ കുഴിയിലിടും. जो ഹല്ലേലൂയ. उद्धार देने वाला बहुत सारे लोग एक गड्ढे से उठा के दूसरे गड्ढे में ഒരു डालेगा. കുഴിയിൽ നിന്ന് നിന്നെ വലിച്ചെടുത്തിട്ട് एक गड्ढे से तुझे खींच के അതിലും വലിയ लेगा കീച്ചടിയിലേക്ക് നിന്നെ തള്ളിയിടും. और तुझे कीचड़ में डाल देगा. അവിടെ കിടന്ന് നിലവിളിക്കും. वहां तू बड़े There is पुकारेगा. only and only one. Hallelujah. लेकिन वहां एक ही है, एक ही और मात्र. आपको उस जो कीचड़ से खींच कर निकालने वाला सिर्फ एक ही है, നിന്നെ ചെളിക്കാ വൽ ചെടുക്കുന്ന ഒരുവൻ और മാത്രമേ ഉള്ളൂ. दूसरे गड्ढे में नहीं है. വേറെ കുഴിയിലേക്കല്ല, उस चट्टान के ऊपर ആ ചട്ടാന്റെ മേലെ ഒരുവൻ മാത്രമേ ഉള്ളൂ. ഒരുവൻ മാത്രമേ एक ही കുഴിയിൽ है. നിന്ന് വലിച്ചെടുത്ത് जो गड्ढे से निकाल के ഉറപ്പുള്ള പാറമേൽ നിർത്തുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. फिर चट्टान में खड़े करने वाला एक ही है. ഓ സ്തുതിക്കാൻ കഴിയുമോ? സ്തുതിക്കാൻ കഴിയുമോ? धन्यवाद दे ഒന്ന് ആരാധിച്ചാട്ടെ, നന്ദി പറഞ്ഞാട്ടെ. एक बार आराधना करे, धन्यवाद बोले. This is the day. ये है वो दिन. आपको खींच के उभार के हालेलुया उस जो चट्टान के ऊपर खड़ा करवाने वाला दिन आज का दिन है. നിന്നെ വലിച്ചെടുത്ത് ആ പാറമേൽ നിർത്തുന്ന ദിവസം ഇന്നത്തെ ആ ദിവസമാണ്. ഏറ്റവും സ്തുതിക്കേണ്ടത് അന്നാ കേട്ടോ. बहुत धन्यवाद देना അന്ന് है. രാത്രി ഏറ്റവും അധികം ആരാധിക്കണം. आज का रात बहुत आराधना യേശു करना തൊട്ട है രാത്രി എന്തൊരു രാത്രി അല്ലേ? कि यीशु ने छुआ हुआ रात कितना महान रात പാറമേൽ है. നിർത്തിയ രാത്രി. हमें चट्टान में खड़ा किया रात. അവിടെ നിന്നുകൊണ്ട് എന്ത് പറയണമെന്നാ? वो तुम्हें क्या कहना है? വചനം പറഞ്ഞു എന്റെ വായിൽ അവൻ ഒരു പുതിയ പാട്ട് തന്നു. वचन कहते मेरे जबान पे उसने एक नया गीत നിന്റെ दिया. വായിൽ അവൻ ഒരു പുതിയ പാട്ട് തരുമെന്ന്. तेरे जबान पे वो नया गीत
देगा കണ്ണുനീര് മാറിയെന്ന്, कि आंसू बदल गया, വേദനകൾ മാറിയെന്ന്, दर्द निकल गया, നല്ല ദിനം വന്നെന്ന്, अच्छे दिन आ गया, സൗഖ്യത്തിന്റെ ദിനം വന്നെന്ന്, चंगाई का दिन आ നീതി गया, സൂര്യൻ ഉദിച്ചെന്ന്, धार्मिक का सूरज उगा പാറമേൽ है, നിർത്തിയെന്ന്, वो तुम्हें चट्टान पे खड़ा किया। പാടുന്ന രാത്രിക്കായി സ്തോത്രം. गीत गाने वाले रात के लिए धन्यवाद വിലാപത്തിന്റെ देता हूं രാത്രി കഴിഞ്ഞു പോയി. कि दुख का रात बीत चुका है। ഓ ഹമശഖമന റംശൽഖമന, പാടുന്നൊരു രാത്രി വന്നെന്ന്, कि गाने वाला एक रात आ गया। ഹല്ലേലൂയ. പഴയ മലയാളം പാട്ടുണ്ട്, എനിക്ക് അത്ര അറിയത്തില്ല, അതുകൊണ്ട് पुराना एक मलयालम गीत है। ലിജോയോട് പറഞ്ഞത് മൈക്ക് എടുക്കാൻ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ, നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാൽ ഇരുൾ നിറം മാറിയിടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാൽ ഇരുൾ നിറം മാറിയിടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ ശോഭയാലൻ ഇരുൾ നിറം മാറിയിടുമേ. കരങ്ങളെ അടിച്ച് ताली बजा के നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാൽ ഇരുൾ നിറം മാറിടുമേ. രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ തൻ, രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ തൻ കൂടാതെ ഇരുത്തുന്ന രാജാവ് വേഗം വരും. കൂടാതെ ഇരുത്തുന്ന രാജാവ് വേഗം വരും. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ഓ എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. താമസമെന്നിയെ വേഗത്തിൽ വരും താൻ, താമസമെന്നിയെ വേഗത്തിൽ വരും താൻ. കാന്തയാം എന്നെയും ചേർത്തിടും നിശ്ചയമായി, കാന്തയാം എന്നെയും ചേർത്തിടും നിശ്ചയമായി. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. തൻ പ്രഭയിൻ കാന്തിയാലൻ ഇരുൾ നിറം മാറിടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാലൻ ഇരുൾ നിറം മാറിടുമേ. രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ തൻ, രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ തൻ കൂടാതെ ഇരുത്തുന്ന രാജാവ് വേഗം വരും. കൂടാതെ ഇരുത്തുന്ന രാജാവ് വേഗം വരും. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ആഴം ശൂന്യമായതിനെ നോക്കിയിട്ട് जो बेडोल और सुनसान तुझे देख के ദൈവം പറഞ്ഞു, परमेश्वर ने कहा let there be light. वहाँ उजियाला होने दे। പകൽക്കാലം ദൈവം ചിലത് പറയാൻ പോകുകയാണ്. आज के दिन परमेश्वर कुछ कहने वाला ദൈവം है। ചിലത് പറയാൻ പോകുകയാണ്. परमेश्वर तुझे देख के कुछ बोलने वाला है। നിങ്ങൾക്കറിയാമോ? क्या तू जानता है ഹല്ലേലൂയ. കയോസിനെ മാറ്റുന്നതിന്റെ മൂന്നാമത്തെ സ്റ്റേജ്, कयोस को बदलने का तीसरा पड़ाव, ദൈവം നിന്റെ ജീവിതത്തെ നോക്കി സംസാരിക്കും. कि परमेश्वर तेरे जीवन को देख के बातें करेगा। നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? क्या आप विश्वास करते हो? ദൈവം നിന്നെ നോക്കി സംസാരിക്കുമെന്ന്. परमेश्वर तुझे देख के बातचीत നിന്റെ करेगा। തകർച്ചയെ നോക്കി ദൈവം സംസാരിക്കുമെന്ന്. तेरे नाश को देख के परमेश्वर बातें എന്ത് करेगा। സംസാരിക്കും? क्या बातें करेगा? Every day हर दिन, God is speaking something to you. हर दिन परमेश्वर तुझसे कुछ कहेगा। ദൈവം നിന്നെ നോക്കി സംസാരിക്കുമെന്ന്. Every day. हर दिन That is the next step. Hallelujah. You know, പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ തൊടപ്പെട്ടു. पवित्र आत्मा से तुझे छुआ, യേശുവിന്റെ അടുക്കൽ വന്നു. यीशु के पास आया, യേശുവിന്റെ വെളിച്ചം നിന്റെ മേൽ വീണു. यीशु का प्रकाश तुझ पे അടുത്ത रहा। സ്റ്റെപ്പ് എന്താ? अगला पड़ाव क्या? എല്ലാ ദിവസവും हर दिन, ദൈവം നിന്നെ നോക്കി സംസാരിക്കും. हर दिन परमेश्वर तुझे देख ആ के बातें करेगा। സംസാരിക്കുന്നതിന് പറയുന്ന പേരാണ് उस बातचीत को कहने वाला बात नाम है ദൈവത്തിന്റെ
റേമ അല്ലെങ്കിൽ റീമ വചനം कि ഹല്ലേലൂയ परमेश्वर का रीमा जो है वचन every day हर दिन ദൈവം സംസാരിക്കുമെന്ന് परमेश्वर बातें करेगा when God speaks hallelujah जब परमेश्वर बातें something करेगा will happen in your life तेरे जीवन में कुछ when होगा God speaks जब परमेश्वर कहेगा something will get created in your life तेरे जीवन में कुछ ആമ उत्पन्न കരങ്ങളെ होगा അടിച്ചാട്ടെ ശക്തമായി സ്തുതിച്ചാട്ടെ ദൈവം സംസാരിക്കുമ്പോൾ परमेश्वर जब बातें करेगा ഇല്ലാത്തതുണ്ടാകുമെന്ന് जो है नहीं वो बनेगा ദൈവം जब സംസാരിക്കുമ്പോൾ परमेश्वर बातें करेगा ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ उत्पत्ति 1 में അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് सब कम से कम 10 പ്രാവശ്യം ഞാൻ ആ വാക്ക് കാണുന്നു 10 बार में वो आयत देखता है God spoke hallelujah परमेश्वर ने कहा ഹലോ നിങ്ങൾ കേട്ടോ ഞാൻ പറയുന്നത് ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ എത്ര പ്രാവശ്യമാണ് 10 പ്രാവശ്യം 10 बार ദൈവം പറഞ്ഞു परमेश्वर ने कहा ദൈവം പറഞ്ഞു परमेश्वर ने कहा ദൈവം പറഞ്ഞു परमेश्वर ने कहा പാഴായതിനെ നോക്കി ശൂന്യമായതിനെ നോക്കി जो सुनसान था बेढोल ദൈവം था സംസാരിച്ചു परमेश्वर ने बातें ദൈവം किया സംസാരിച്ചപ്പോൾ परमेश्वर जब बातें किया മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി तो बदलावट होने That's लगा the power of the word of God. वो है परमेश्वर के वचन की Oh, शक्ति that's the power of the word of वो God. परमेश्वर का वचन This की शक्ति word of है God is having the power to create. कि वचन को सामर्थ्य बनाने का ഹലോ ശൂന്യമായ വെള്ളത്തെ നോക്കിയിട്ട് ദൈവം പറഞ്ഞു जो सुनसान जो पानी को देख के कहा വെള്ളം ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. पानी वहां था വെള്ളം ഉണ്ടായിരുന്നു पानी था വെള്ളത്തെ ദൈവം ക്രിയേറ്റ് ചെയ്തു ഇല്ല ഓൾറെഡി വാട്ടർ വാസ് देयर पानी वहाँ था। filled with water am I right पानी से Hallelujah. भरा हुआ था അപ്പോൾ വെള്ളമുണ്ട് पानी है പക്ഷെ വെള്ളം ശൂന്യമാ लेकिन पानी में शून्यता ശൂന്യമായ है വെള്ളത്തെ നോക്കിയിട്ട് ദൈവം പറഞ്ഞു ഉണ്ടാകട്ടെ शून्य पानी को देख എന്താ परमेश्वर സംഭവിച്ചത് होने दे all of a sudden अचानक വെള്ളത്തിനകത്ത് ചലനം ഉണ്ടായി കേട്ടോ उसके अंदर चलन हुआ വെള്ളത്തിനകത്ത് ചലനം ഉണ്ടായി पानी के കേട്ടോ अंदर चलन हुआ വെള്ളത്തിനകത്ത് പുതിയത് ചിലത് ഉണ്ടായി കേട്ടോ पानी के अंदर नया कुछ हुआ വെള്ളത്തിനകത്ത് സകല ജീവനും ഒരു നിമിഷം കൊണ്ടുണ്ടായി पानी के अंदर सारे प्रकार के जीवन उत्पन्न हुआ when God speaks जब परमेश्वर ने कहा something will get created there जब परमेश्वर कहता है तो कुछ when उत्पन्न God होता है speaks जब परमेश्वर कहता है life will get created there जब परमेश्वर कहता है तो जीवन वहां उत्पन्न होता ദൈവം है സംസാരിക്കുമ്പോൾ എന്ത് സംഭവിക്കും परमेश्वर कहेगा तो क्या होगा turn to your neighbor and ask that question आपके hallelujah पड़ोस में बैठा है उसको when पूछो God speaks what will happen जब hallelujah परमेश्वर कहेगा तो क्या होगा ദൈവം സംസാരിക്കുമ്പോൾ എന്ത് സംഭവിക്കും परमेश्वर बातें करे तो क्या होगा വാ തുറന്ന് പറഞ്ഞാട്ടെ वो खोल के बोलो ജീവൻ ഉണ്ടാകും जीवन होगा ജീവൻ ഉണ്ടാകും जीवन होगा ജീവനില്ലാത്തടത്ത് जहाँ जीवन नहीं है അയോസായി കിടക്കുന്നിടത്ത് ഹമശകമന ലൈഫ്ലെസ് സിറ്റുവേഷനിൽ जहाँ बिना जीवन के अवस्था ലൈഫ് में ഉണ്ടാകുമെന്ന് वहाँ जीवन होगा ഹമശക God's word is having the power to create life in your lifeless situation परमेश्वर के वचन को वो सामर्थ्य है आपके बिना जीवन की अवस्था में जीवन को ഹമദല റംശകമന കരങ്ങളെ അടിച്ച് പ്രാപിച്ചോ ഈ വചനം വളരെ इस वचन को स्वीकार करो ഈ വചനം വളരെ പവർഫുൾ ആകട്ടോ ये वचन बहुत ഈ सामर्थ्यशाली വചനം है വളരെ പവർഫുൾ ആകട്ടോ ये वचन बहुत सामर्थ्यशाली है chaos to kairos कैओस टू कैरोस and God want to make your life a cosmos कि आपका जीवन परमेश्वर कॉस्मोस from the बनाना चाहते orderless हैं situation लेकिन आज जो अवस्था में है to order बिना कोई hallelujah क्रम का and this is the appointed season in your life और ये उचित समय है आपके जीवन का this is the appointed time the kairos of your life ये उचित समय है कैरोस का आपके जीवन का ramshalkamana oh hallelujah ദൈവം സംസാരിക്കുക परमेश्वर बातें कर रहे हैं ശൂന്യമായ क्या शून्य है കടലിനെ നോക്കിയിട്ട് कि शून्य വെള്ളത്തെ നോക്കിയിട്ട് पानी को देख के वचन oh mashaka I experience such a strong anointing right now बहुत बड़े सामर्थ the परमेश्वर power of महसूस the कर Holy रहे हैं Spirit is moving here परमेश्वर की आत्मा यहाँ कार्य कर रहे हैं oh not only inside this church इस कलीसिया के अंदर ही नहीं but hallelujah everywhere those who are watching online hallelujah जहाँ भी ये ऑनलाइन में Holy सुन रहे Spirit is हैं moving in your lifeless situations परमेश्वर की आत्मा आपका बेडोल जीवन में कार्य the कर रहे beam हैं of light that ray of light वो hallelujah जो उसके किरण जो है light of the son of righteousness धार्मिकता सूरज का जो ഹമശകമന किरण है നിങ്ങളുടെ മേൽ നീതി സൂര്യൻ ഉദിക്കുകയാ आपके ऊपर धार्मिक का सूरज उग ഇത് रहा है പകൽക്കാലം പ്രസംഗിക്കുന്ന റീമ വചനത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങി വരികയാ यह जो प्रचार करने वाला रीमा वचन की शक्ति आपके ऊपर उतर आ रहा है നിങ്ങൾക്കറിയാമോ Gospel of John chapter 6 ലെ आपको पता है യോഹന്നാൻ के सुख समाचार में Gospel of John chapter 6 63 hallelujah യോഹന്നാൻ 6 का 63 में കർത്താവ് എന്താ പറഞ്ഞത്
यीशु मसीह ने क्या कहा? ഭയങ്കര ഒരു revelation है കേട്ടോ. वो बहुत बड़ा एक रेवलेशन है. Gospel of John 6:63. जॉन 6:63. അവിടെ യേശു പറഞ്ഞു. वो यीशु कहता है. One second, let me take that word. Salma shakamana. The spirit gives life. Hallelujah. कि आत्मा जीवन है. ആത്മാവ് ജീവനാണ്. आत्मा जीवन The है. word I have spoken to you, जो वचन मैंने तुमसे बातें they किया, are full of the spirit and life. वो पूरा आत्मा और जीवन से भरा हुआ है. ആത്മാവ് ജീവൻ തരുന്നു. आत्मा जो है जीवनदायक है. That's amazing. ആത്മാവ് ജീവൻ തരുന്നു. आत्मा जो है जीवनदायक है. നിങ്ങളോട് പറയുന്ന വചനം, और जो मैंने तुमसे कहा हुआ ആത്മാ है. ഗ്രീക്കിൽ എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം. मैं जो तुमसे बात करने वाला वचन. One second. Spirit. Hallelujah. One second. Let me get it. Hallelujah. ഞാൻ നിങ്ങളോട് പറയുന്ന വചനം, मैं जो तुमसे कहने वाला वचन. ആത്മാവും. അവിടെ ലൈഫ് എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം സോയ അല്ലെങ്കിൽ സൂവോ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. സോയ ലൈഫ് എന്ന് പറഞ്ഞാൽ ആർക്കും കെടുത്താൻ പറ്റാത്ത ജീവൻ. वहाँ जो ग्रीक में लिखा है जोया लाइफ, उसका मतलब है कोई भी बुझा नहीं सकता वैसा जीवन. ഒരു പ്രാണിയുടെ ജീവനല്ല. एक प्राणी का जीवन नहीं. എരടിയാൽ തീർന്നു പോകുന്ന ജീവൻ അല്ലെന്ന്. चलने से खत्म होने वाला जीवन नहीं है. കല്ല് വെച്ച് ഒരച്ചാലും തീരാത്ത ഒരു ജീവനുണ്ട്. पत्थर पे घसते पे भी नहीं खत्म होने वाला एक जीवन है. ഹലോ. zoology, zoya, zoo, life, biology, that is also life, but that life is temporary. But the zoya life, that is not temporary. बायो लाइफ जो है टेम्पररी, लेकिन जोया लाइफ जो है टेम्पररी नहीं है. ഹലോ. ആർക്കും എടുത്തു മാറ്റാൻ പറ്റാത്ത ജീവന ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ നിന്റെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. कोई जो निकाल नहीं सकते वैसा जीवन है जब परमेश्वर यीशु मसीह तुमसे बातें करते हैं तुम्हारे अंदर आता है. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിന്നോട് സംസാരിക്കുന്ന വചനം. मैं जो तुमसे बातें करने वाला वचन. അവിടെ वहाँ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം, ग्रीक में जो उपयोग किया पद the remata. ഹല്ലേലൂയ. रेमाटा, റേമാ വചനം. रेमा वचन. ഇത് ലോഗോസ് ആയിട്ടുള്ള എഴുതപ്പെട്ട വചനമല്ല. ये लोगोस जो लिखा हुआ वचन नहीं है. ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം. आमेन, आमेन, हालेलुया. ये लिखा हुआ वचन नहीं है, परमेश्वर का जुबान से आने वाला वचन. ഇത് പുതിയ ആളുകൾക്ക് സ്വല്പം കട്ടിയാ കേട്ടോ, കാരണം വേറെ ലെവലിലായി വചനം आमेन. പോകുന്നത്. ये नए लोगों के लिए थोड़ा कठिन है. ബാർ കേട്ടാലേ മനസ്സിലാകത്തുള്ളൂ. बार सुनेंगे तो आपको समझ में आएगा. ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം, परमेश्वर के जुबान से बाहर आने वाला वचन. എന്ന് പറഞ്ഞാൽ उसका अर्थ, യേശു കർത്താവ് സാത്താനോട് സംസാരിക്കുമ്പോൾ അല്ലേ, यीशु मसीह जब सातान से बातें किया, വചനം കൊണ്ടാ എതിർത്തത്. वचन से बातें किया സാത്താൻ പറഞ്ഞു കല്ലപ്പം ആകട്ടെ എന്ന് कि പറഞ്ഞു. वचन सातान बोला पत्थर को रोटी बना ले. യേശു എന്താ പറഞ്ഞത്? यीशु ने क्या कहा? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, पर इंसान रोटी से ही नहीं, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു. परमेश्वर की जुबान से आने वाला वचन से जिएगा. റീമാന്നാ കേട്ടോ. वो रीमा है. റേമ, രണ്ട് ഉച്ചാരണവും ശരിയാണ്. रेमा या रेमा दोनों सही है. ഹല്ലേലൂയ. രണ്ട് രീതിയിൽ ഉച്ചരിക്കും. ദൈവത്തിന്റെ വായിൽ നിന്ന് സ്പോക്കൺ വേർഡ്, कि ഹല്ലേലൂയ, परमेश्वर का मुंह जुबान से आने वाला वचन. എന്ന് പറഞ്ഞാൽ ഈ കറുത്ത പുസ്തകം ബൈബിൾ ഇങ്ങനെ തലവണക്കീഴെ വെച്ചോണ്ട് പ്രയോജനമൊന്നുമില്ല. ഉസ്ക- ഇതിനകത്തുനിന്ന് വചനം നിന്നോട് സംസാരിക്കുമ്പോൾ ആ വചനം സോഡായി മാറുന്നു, വാളായി മാറുന്നു. ഹല്ലേലൂയ. उसका अर्थ है कि ये जो काला किताब है आपका तकिया के नीचे रखने से काम नहीं होगा. इसके अंदर से बोलने वाला वचन जैसे तेरे मुंह से आता है वो आत्मा बनता है. ഈ ലോഗോസിലൂടെ ദൈവ ശബ്ദം നീ കേൾക്കുമ്പോൾ, ये लोगों से जब तू परमेश्वर का आवाज सुनेगा, അത് നിനക്കുള്ള റീമയായി മാറുമ്പോൾ, आमेन, आमेन, और तेरे लिए जो रीमा बन ആ जाएगा, റീമ നിനക്ക് ലൈഫ് തരുമെന്ന്. वो रीमा तुझे जीवन देगा. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവദാസന്മാർ പറയുന്നത്, इसके लिए परमेश्वर के दास लोग कहता है ദൈവവചനം വായിക്കണം, कि परमेश्वर का वचन पढ़ना है, ദൈവ ശബ്ദം കേൾക്കണം, परमेश्वर का वचन सुनना है, ദൈവദാസന്മാരുടെ മിനിസ്ട്രി കേൾക്കണം. परमेश्वर के दासों का मिनिस्ट्री को When you सुनना है. hear, hallelujah, നിങ്ങൾ കേൾക്കുമ്പോൾ जब तुम सुनेगा, നിങ്ങളുടെ അകത്ത് ക്രിയേഷൻ സംഭവിക്കും. आपके अंदर क्रिया चलेगा, നിങ്ങളുടെ അകത്ത് ലൈഫ് ഉണ്ടാകും. आपके अंदर जीवन होगा. ദൈവം സംസാരിച്ചു, जब परमेश्वर ने बातें किया, ദൈവം സംസാരിച്ചു. परमेश्वर ने बातें യേശു किया, പറയുക, यीशु कहता ഞാൻ है, ഇപ്പോൾ സംസാരിക്കുന്ന വചനം, मैं जो बातें करने वाला वचन, that is life. वो जीवन है, അത് ജീവൻ ഉണ്ടാക്കുകയാ. वो जीवन बना That रहा is है. life giving spirit. Hallelujah. That is life giving spirit. वो जीवन देने वाला आत्मा है. കരങ്ങളെ അടിച്ചാട്ട്, हाथ ताली बजाइए, കരങ്ങളെ അടിച്ചാട്ട്, हाथ ताली बजाइए, കരങ്ങളെ അടിച്ചാട്ട്. हाथ ताली മാഷഖമാന, बजाइए. life giving spirit.
जीवन देने वाला ദൈവത്തിന്റെ आत्मा വചനം परमेश्वर का वचन എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് അറിയാമോ? कैसे कार्य ഒരു करेगा? പാക്കേജാ കേട്ടോ, एक पैकेज ഒരു है, പാക്കറ്റാ കേട്ടോ. एक पैकेज है। റീമ വചനവും रीमा जो वचन ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും परमेश्वर का पवित्र आत्मा ഒന്നിച്ചങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ एक साथ जब उतर आता है, റീമ വചനവും रीमा जो वचन പരിശുദ്ധാത്മാവും और पवित्र ഒന്നിച്ചൊരു വ്യക്തിയുടെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ एक साथ एक व्यक्ति का अंदर जब आता അവിടെ है, ഒരു ജനനം നടക്കും. वहाँ एक जन्म होगा, അവിടെ ഒരു ജനനം നടക്കും. वहाँ एक जन्म होगा। ജനനം നടക്കാൻ वो जन्म होने के लिए രണ്ടിൽ ഒന്ന് പോരാ, दो में एक नहीं चलेगा। ജനനം നടക്കാൻ जन्म होने के लिए രണ്ടും കൂടെ ചേരണമെന്ന്. दोनों आना है। ഹോ മാഷക്കമന. അതുകൊണ്ട് യേശു കർത്താവ് നിക്കോദെമോസിനോട് പറഞ്ഞത് इसके लिए यीशु मसीह ने निकोदेमस से कहा വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. कि पानी और आत्मा से जन्म होना है। വെള്ളം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം, कि पानी का मतलब परमेश्वर का वचन, ആത്മാവ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്. आत्मा का मतलब पवित्र आत्मा। ദൈവത്തിന്റെ വചനവും परमेश्वर का वचन, പരിശുദ്ധാത്മാവ് ഒന്നിച്ച് पवित्र आत्मा ഒരു एक साथ വ്യക്തിയുടെ അകത്തേക്ക് ക്രിയ ചെയ്യുമ്പോൾ एक व्यक्ति के अंदर जब क्रिया करता है, ഇന്നുവരെ ഇല്ലാത്ത ഒരു ലൈഫ് അവിടെ ഉണ്ടാകുകയാ. आज तक जो नहीं है वैसा जीवन होगा। ഒരു എംബ്രിയോ അവിടെ ഉണ്ടാകുകയാ. ഒരു എംബ്രിയോ, एक एम्ब्रियो, ഓ മാഷക്കമന, ഒരു കുഞ്ഞു ജനിക്കുകയാ. एक बच्चा जन्म हो रहा है। മനസ്സിലാകുന്നുണ്ടോ? അതിനാണ് ന്യൂ ബോൺ, പുതിയ ജനനം എന്ന് പറയുന്നത്. इसको बोलते हैं नया जीवन, नया बोर्न बोलता है। വചനം നിങ്ങളുടെ അകത്ത് കയറാൻ സമ്മതിക്കുമോ? कि वचन आपके अंदर आने को इजाजत देगा, വചനത്തിൽ റേമ സ്വീകരിക്കുമോ? वचन का रहमा स्वीकार करेगा। കയോസിന്റെ അകത്ത് कैओस के अंदर ലൈഫ് ഉണ്ടാകാൻ പോകുക. जीवन होने वाला। വചനം കേൾക്കുമ്പോൾ जब वचन सुनेगा, പരിശുദ്ധാത്മാവിന്റെ വെള്ളം ഒന്ന് വീഴാൻ സമ്മതിക്കുമോ? पवित्र आत्मा का पानी गिरने देगा। Can you pray? क्या तुम प्रार्थना कर सकते Lord, हैं? I am open to the work of the Holy Spirit. मैं परमेश्वर के कार्य के लिए खुला हूँ। I am open to the work of the Holy Spirit. मैं पवित्र आत्मा के कार्य के लिए खुला हूँ। I will not restrict Holy Spirit. मैं पवित्र आत्मा को सीमित नहीं करूंगा। I will not restrict Holy Spirit. मैं पवित्र आत्मा को सीमित नहीं करूंगा। I will not keep my own conditions and demands. मैं मेरा टर्म्स एंड कंडीशंस I नहीं am रखूंगा। open to the work of Holy Spirit. I am open to the work of Holy मैं Spirit. पवित्र आत्मा कामों के लिए खुला हूँ। Whatever, in whichever way Holy Spirit want to deal in my life. Hallelujah. जैसे भी जो भी पवित्र आत्मा को करना है, जो Can भी somebody तरीके say, से करना I am हो, open, I am open, I am open, I am open. मैं उसके लिए खुला हूँ। मैं उसके लिए I am खुला हूँ। open, I am open. मैं उसके लिए खुला Mashakamana. हूँ। When you hear the word of God, जब हम तो परमेश्वर की आत्मा को वचन को सुनता है, allow the power of the Holy Ghost to move in your life. आपके जीवन में पवित्र आत्मा को काम करने का इजाजत दीजिए। ജീവൻ ഉണ്ടാകും. जीवन होगा। വെള്ളത്തെ നോക്കിയിട്ട് പറഞ്ഞു ഉണ്ടാകട്ടെ. पानी को देख के बोला होने दे। എന്തുണ്ടായി? क्या हुआ? എല്ലാവരും പറഞ്ഞാട്ടെ ജീവൻ ഉണ്ടായി. जीवन हुआ। നെക്സ്റ്റ് സ്റ്റെപ്പ്, अगला पड़ाव കരയെ നോക്കി कि पृथ्वी में देखा, ശൂന്യത. जमीन में देखा, शून्य അടുത്ത है। ദിവസം കേട്ടോ, दूसरा दिन है। അടുത്ത ദിവസം കേട്ടോ, दूसरा दिन है। ദൈവം പറഞ്ഞു फिर से परमेश्वर ने ഒരു कहा, റീമ, एक रीमा, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം परमेश्वर के जबान से അത് आने वाला वचन, ജീവിപ്പിക്കുന്നതാ. वो जीवन देने वाला है। അത് ജീവിപ്പിക്കുന്നതാ. वो जीवन देने वाला കരയെ है। നോക്കിയിട്ട് പറഞ്ഞു जमीन को देख के कहा മുളച്ചു വരട്ടെ. कि उत्पन्न होने दे। പറഞ്ഞു തീർന്നതും जैसे उसने ചിലത് कहा, മുളയ്ക്കാൻ തുടങ്ങി, कुछ उत्पन्न होने लगा, ചിലത് മുളയ്ക്കാൻ തുടങ്ങി. कुछ उत्पन्न होने लगा। മണ്ണിന്റെ അടി കിടന്നത്, മണ്ണിന്റെ അടി കിടന്നത് मन ने ഇല്ലെന്ന് ലോകം ചിന്തിച്ചത്, जब मिट्टी के अंदर था, नहीं है जो सोचा, ആർക്കും അറിയത്തില്ലായിരുന്നു കേട്ടോ. किसी को पता नहीं था। Nobody was aware about that something was beneath the soil. Hallelujah. किसी को पता नहीं था, कुछ मिट्टी के अंदर दबा हुआ ആർക്കും था। അറിയത്തില്ലായിരുന്നു. किसी को पता नहीं പക്ഷെ था। ദൈവം പറഞ്ഞു മുളച്ചു വരട്ടെ. यीशु ने परमेश्वर ने वो आने മണ്ണിന്റെ दे। അകത്തുനിന്ന്, മണ്ണിന്റെ അകത്തുനിന്ന് मिट्टी के अंदर ചിലത് से മുളയ്ക്കാൻ തുടങ്ങി. कुछ उत्पन्न होने ഇത് लगा। പകൽക്കാലം നിങ്ങളെ നോക്കി പരിശുദ്ധാത്മ പറയുക, आज तुम्हें देख के पवित्र आत्मा कहता ചിലത് है, മുളച്ചു വരട്ടെ. हालेलुया, Something which is hidden in your life, जो आपके जीवन में छुपा हुआ है, something which you have never known that it is present in your life. कि आपने कभी वो जाना नहीं आपके ഓ, जीवन में है। നിന്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് ഇന്നുവരെ നിനക്കറിയാത്ത ചിലത് യേശുക്രിസ്തുവിൻ നാമത്തിൽ അത് പുറത്തു വരട്ടെ. आज तक जो तेरे जीवन में है लेकिन तुझे पता नहीं, वो चीज यीशु मसीह के नाम से वो बाहर आए। Shekemana Ramshal Kamana Hadala Ramshal Kamana Hadale Ramshal. This is special, my dear church. This is special. ഇത് സ്പെഷ്യലാ. ये एक खास है മണ്ണിൽ ലൈഫ് ഉണ്ടാകുക കേട്ടോ. कि मिट्टी में जीवन हो रहा है। എങ്ങനെ ലൈഫ് ഉണ്ടായത്? मिट्टी में जीवन हो। മണ്ണിന്റെ അകത്തേക്ക് നോക്കിയിട്ട് ദൈവം പറഞ്ഞു മുളയ്ക്കട്ടെന്ന്. मिट्टी के अंदर देख के परमेश्वर ने बोला उत्पन्न होने दे। മരങ്ങൾ മുളച്ചു വന്നെന്ന്. वो कुछ उत्पन्न होके आया, മരങ്ങൾ മുളച്ചു വന്നെന്ന്. कि पेड़ उत्पन्न होके आया, അല്ല വനം പോലെ മുളച്ചു വന്നെന്ന്. कि जंगल जैसा जन्म ഈ हुआ। ലൈഫിന് ഒരു പ്രത്യേകതയുണ്ട്. इस जन्म का एक खासियत സസ്യങ്ങൾക്ക് है। ലൈഫ് ഉണ്ടോ? സസ്യങ്ങൾക്ക് ലൈഫ് ഉണ്ടോ?
ഉണ്ടോ? കമോൺ ചർച്ച്, സിമ്പിൾ ബയോളജി ഇല്ലേ, സിമ്പിൾ സയൻസ് ഇല്ലേ, ലൈഫ് ഉണ്ടോ? ഉണ്ട്. പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട്, ഇത് മൂവ് ചെയ്യത്തില്ല കേട്ടോ. कि पेड़ पौधों को जीवन है क्या? जीवन है लेकिन वो चल नहीं सकता है, ഇത് മൂവ് ചെയ്യത്തില്ല, वो चल नहीं ഞാൻ सकता। ദൂത് നിങ്ങളോട് പറയാം, मैं आपसे एक वाणी देता हूं, അകത്ത് ചിലത് കിടപ്പുണ്ട് കേട്ടോ. आपके अंदर कुछ है ഹല്ലേലൂയ. കടലിലുള്ളത് ചിലപ്പോൾ ഒഴുകിപ്പോവും, ചിലപ്പോൾ അങ്ങ് മാറിപ്പോവും. कि जो नदी में है वो बहेगा। ശൂന്യമായ ആകാശത്തെ ദൈവം നോക്കിയിട്ട് പറഞ്ഞു ഉണ്ടാകട്ടെ. शून्य आकाश को देख परमेश्वर होने दे, പറവകൾ ഉണ്ടായി. कि पक्षी हुआ, ഉണ്ടായോ? ഉണ്ടായോ? हुआ, അത് പറന്നു പോകും, वो उड़ेंगे, പെർമനന്റ് അല്ല. वो परमानेंट नहीं है, എന്നും നിന്റെ കൂടെ ചിലത് നിൽക്കത്തില്ല. हमेशा तेरे साथ Are नहीं you listening रहेंगे। me? പക്ഷേ लेकिन നിന്റെ ജീവിതത്തെ നോക്കിയിട്ട് പരിശുദ്ധാത്മ ഇന്ന് പകൽക്കാലം പറയാ, ഒഴുകിപ്പോകാത്തത്, പറന്നു പോകാത്തത്, ആമേൻ, ഉറച്ചു ആമേൻ, നിൽക്കുന്നത് ആമേൻ, ആമേൻ, ചില യേശുക്രിസ്തു ആമേൻ, നാമത്തിൽ നിന്റെ മേൽ മുളച്ചു വരട്ടെ. आमीन, आमीन। हम पवित्र आत्मा तुम्हें देख के बोल रहे, जो उठ नहीं जाएगा, जो बह नहीं जाएगा, जो स्थिर रहने वाला कुछ तेरे नाम जीवन में यीशु मसीह के नाम से आज उत्पन्न होने दे, വേര് പിടിച്ചത് ചിലത് മുളച്ചു വരട്ടെന്ന്. जो जड़ के साथ कुछ होने दे। ശകമന റംശൽകമന. ഇത് മനസ്സിലായില്ലയോ? ये समझ में नहीं आया, അകത്തേക്ക് വചനം കേറ്, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. ये अंदर वचन जाना चाहिए। മിണ്ടാതിരിക്കരുത്, चुपचाप मत बैठो, നന്ദി പറഞ്ഞാട്ടെ. धन्यवाद बोलो। പറന്നു പോകും പലതും കേട്ടോ. बहुत सारी चीजें उड़ जाएगा, കൈ വന്ന പണം ചിലപ്പോൾ പറന്നു പോകും. हाथ में वो धन उड़ जाएगा। മക്കൾ വളർന്നു വലുതാകുമ്പോൾ कि बच्चे जब बड़े हो जाएंगे, അവര് നമ്മുടെ കൂട് വിട്ട് വേറെ കൂട് വെച്ച് പറന്നു പോകും. वो हमारा घोंसला छोड़ के दूसरा घोंसले में उड़ പക്ഷേ जाएंगे। പറന്നു പോകാത്ത ചില അനുഗ്രഹങ്ങളുണ്ട്. लेकिन नहीं उड़ने वाला कुछ आशीष है, ഒഴുകി പോകാത്ത ചില അനുഗ്രഹങ്ങളുണ്ട്. जो नहीं बहने वाला कुछ आशीष है। യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ यीशु मसीह के नाम से ചിലതുണ്ടെന്ന് कुछ है, മുളച്ചു വരട്ടെ. वो उत्पन्न होने दे। അകത്തുണ്ട് കേട്ടോ, तेरे अंदर है, അത് ഹിഡൻ ആണ്, वो छुपा है, അത് പുറത്തു വരാൻ പോകുകയാ. वो बाहर आने वाला है। Let there be life. उसके अंदर जीवन होने ജീവൻ दे, ഉണ്ടാകട്ടെ. जीवन होने दे। കയോസ് മാറുന്ന केओस बदलने ഒരു वाला ദിവസം, एक दिन, ചിലത് മുളയ്ക്കുന്ന ദിവസം. कुछ उत्पन्न होने का दिन। ഹല്ലേലൂയ. അതെന്താ പ്രിയമുള്ളവരെ? वो क्या है? സ്ഥിരമായത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ जो स्थिर है ऐसा कुछ है, അത് ദൈവം തന്ന കൃപയും കൃപാവരങ്ങളും അല്ലാതെ വേറെ ഒന്നുമല്ല കേട്ടോ. वो परमेश्वर दी वो दया और अनुग्रह है, वो छोड़ के कुछ भी नहीं है। ദൈവത്തിന്റെ കൃപാവരങ്ങൾ സ്ഥിരമാ കേട്ടോ. कि परमेश्वर जो वरदान है वो स्थिर है, പറന്നു പോകത്തില്ലെന്ന്, वो उड़ेगा नहीं, ഒഴുകി वो പോകത്തില്ലെന്ന്, बहेगा नहीं, നിന്റെ അകത്തുണ്ടെന്ന്, तेरे अंदर। നിന്റെ आमीन, അകത്തുണ്ടെന്ന്. आमीन, നീ हालेलुया। കൽപ്പിച്ചാട്ടെ, എന്റെ കയോസിനെ മാറ്റുന്ന मेरा केओस को हटाने वाला ആത്മിക ജീവിതത്തിന്റെ അടുത്ത സ്റ്റെപ്പ് ആകട്ടോ, പുരോഗതിയെ കേട്ടോ. आत्मिक जीवन का अगला पड़ाव है। അകത്തുനിന്ന് കൃപാവരങ്ങൾ മുളച്ചു വരികയാ. अंदर से कृपा का वरदान जो बाहर आ रहे हैं, അകത്തുനിന്ന് മരങ്ങൾ മുളച്ചു വരികയാ. अंदर से जान बाहर आ रहे हैं। ആളുകൾ പറഞ്ഞു, किसी ने कहा, ഫിന്നിക്കകത്തൊരു മരമുണ്ടെന്ന്, किसी ने कहा रन्नी के अंदर एक पेड़ है, അതിനകത്ത് ആപ്പിള് കായ്ക്കുന്നെന്ന്, उसके अंदर एप्पल हो रहे हैं, അതിനകത്ത് ഓറഞ്ച് ഉണ്ടെന്ന്. उसके अंदर ऑरेंज है। ശകമന. That's amazing. वो एकदम अमेजिंग Something है, which is permanent. जो परमानेंट है। മുളച്ചു വാ. आमीन, आमीन, आमीन। वो മുളച്ചു उत्पन्न വാ. होने दे, उत्पन्न നീ होने दे। ഫലമുള്ള ഒരു വൃക്ഷമായി മുളച്ചു വാ. और तू एक फल और देने वाला वृक्ष के समान Child of उत्पन्न होने God. दे। It's not always chaos. हमेशा chaos नहीं है, There is a day. एक दिन है, ഒരു ദിവസമുണ്ട്. एक दिन है, There is a kairos. एक kairos, There is a season. एक सीजन, There is an appointed day. एक नियुक्त दिन है। നിന്റെ ജീവിതത്തിൽ കൃപാവരങ്ങൾ മുളച്ചു വരുന്ന ഒരു ദിവസമുണ്ട്. आमीन। तेरा जीवन में वरदान है, നീ आने वाला പ്രവചിക്കുന്ന दिन ഒരു है। ദിവസമുണ്ട്. तू कार्य करने वाला एक दिन നീ है। രോഗശാന്തി ശുശ്രൂഷ നടത്തുന്ന ഒരു ദിവസമുണ്ട്. तू എനിക്കറിയില്ല ഈ വചനം എങ്ങോട്ടൊക്കെ കയറി പോകുന്നത്. मुझे पता नहीं वचन कहाँ कहाँ जा रहे हैं, Holy Spirit is ministering to you. कि पवित्र आत्मा आपको सेवकाई कर रहे I हैं। never preached this message. कभी पासवान ने वो संदेश I नहीं have दिया है, never prepared in this way. Hallelujah. मैं कभी ऐसा सोचा भी नहीं। So I know that എനിക്കറിയാം പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാ. हम जानते हैं पवित्र आत्मा आपसे बातें कर रहे हैं। That is called spiritual growth. वो है आत्मिक बढ़ोतरी। അവന്റെ വെള്ളത്തിൽ ജീവൻ വന്നു, उसके पानी में जीवन आया, അവന്റെ ആകാശത്ത് ജീവൻ വന്നു, उसके आकाश में जीवन आया, അവന്റെ കരയിൽ ജീവൻ വന്നു, उसके जमीन में जीवन ചിലത് आया, മുളച്ചു വന്നു, कुछ उत्पन्न हुआ, ചിലത് മുളച്ചു വന്നു. कुछ उत्पन्न हुआ, അവൻ ഫലപ്രദമാകുന്ന ഒരു വൃക്ഷമായി മാറി. वो फल देने वाला एक वृक्ष बन गया। ഇന്നലെ വരെ സഹോദരാ നീ കയോസാണ്. आज ഹല്ലേലൂയ. तक तू भाई एक कायोस है, താറുമാറായതാണ്, और तू बिगड़ा हुआ है, ശൂന്യമായതാണ്. तू बेडोल और ഓ सुनसान था। മൽക്ക ശകമന.
പക്ഷേ ഇപ്പോൾ ഞാൻ ആത്മാവിൽ കാണുകയാ, लेकिन अभी आत्मा में मैं देख നിന്റെ रहा हूँ അകത്ത് ചിലത് മുളച്ചു വരുന്നത് കാണുകയാ, तेरे अंदर कुछ उत्पन्न होते हुए मैं देख रहा हूँ, ചിലത് മുളച്ചു വരുന്നത് കാണുകയാ. कुछ उत्पन्न होते हुए मैं देख रहा हूँ. ഒരു ജീവന്റെ വൃക്ഷമായി एक जीवन का वृक्ष बन के 12 മാസവും ഫലം കായ്ക്കുന്ന, आमीन आमीन 12 महीना फल देने वाला, 12 തരം ഫലം കായ്ക്കുന്ന 12 तरीके का फल ഒരു देने ജീവന്റെ वाला, വൃക്ഷമായി, आमीन एक जीवन का वृक्ष ഒരു बन के അനുഗ്രഹമായി, एक आशीष बन के എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് ഒരു അനുഗ്രഹമായി. एक आशीष बन के Shall you all stand in the presence of God? आप सभी लोग खड़े हो Go जाओ. and join me. I am going to Mashakamana. Hadalam Shekemane. യേശുവിന്റെ നാമത്തിൽ यीशु मसीह के नाम से മുളച്ചു വരട്ടെ, वो उत्पन्न होने दे, കുഞ്ഞുങ്ങളെ മുളച്ചു വരട്ടെ, बच्चों उत्पन्न होने दे, ശമൂവേലെ മുളച്ചു വരട്ടെ, शामुएल उत्पन्न होने दे, കൃപാവരങ്ങൾ മുളച്ചു വരട്ടെ, अनुग्रह का वरदान കൃപാവരങ്ങൾ उत्पन्न മോനെ होने दे. മുളച്ചു വരട്ടെ, ലിജോ കൃപാവരങ്ങൾ മുളച്ചു വരട്ടെ, റണിബ്രദറെ കൃപാവരങ്ങൾ മുളച്ചു വരട്ടെ, ദൈവമക്കളെ നിങ്ങളുടെ മേൽ കൃപാവരങ്ങൾ മുളച്ചു വരട്ടെ. परमेश्वर के बच्चों आपके ऊपर वरदान उत्पन्न होने दे. അയർലൻഡിൽ പോകുന്നതിന് മുമ്പ് അകത്ത് ഒതുങ്ങിക്കിടക്കുന്ന ചിലതിനെ മുളപ്പിച്ചോണ്ട് പോകണം കേട്ടോ. അകത്ത് ഒതുങ്ങിക്കിടക്കുന്ന മറഞ്ഞു കിടക്കുന്ന ഹിഡൻ ആയിട്ടുള്ള ചില കൃപാവരങ്ങളുണ്ട്. ദാവീദിന്റെ നിശ്ചല കൃപകൾ എന്ന് പറയുന്നത് പോലെ അകത്താരും അറിയാതെ മറച്ചു വച്ചിരിക്കുന്ന ചില കൃപാവരങ്ങൾ നിന്റെ ദാസന്റെ മേൽ മുളച്ചു വരട്ടെ, മുളച്ചു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. Let there be life in the name of Jesus. സ്ഥിരമായി നിൽക്കുന്ന ചില അനുഗ്രഹങ്ങൾ, സ്ഥിരമായി നിൽക്കുന്ന ചില അനുഗ്രഹങ്ങൾ നിന്റെ ദാസന്റെ മേൽ മുളച്ചു വരട്ടെ. പ്രാർത്ഥിച്ചട്ടെ, प्रार्थना कीजिए, प्रार्थना कीजिए. ആത്മാവിൽ ഞാനൊരു ദർശനം मैं കാണുകയാണ്, आत्मा में एक दर्शन देख रहा हूँ. ഞാനൊരു ബാലൻസ് കാണുകയോ, ഒരു ത്രാഷ് കാണുകയോ, ഒരു मैं एक തൂക്കുന്ന ഒരു ത്രാഷ് तराजू देख रहा हूँ. ഞാൻ കാണുകയാ. मैं देख रहा हूँ. ഞാൻ കർത്താവിനോട് ചോദിക്കുന്നു, കർത്താവ് ഇത് ആളുകളെ തൂക്കാനാണോ? मैं पूछा परमेश्वर इंसानों को नापने के लिए है क्या? കർത്താവ് പറഞ്ഞ അല്ല മോനെ, परमेश्वर ने नहीं ഞാൻ बेटा. ചിലർക്ക് തൂക്കി കൊടുക്കാൻ പോവാ. आमीन आमीन मैं कुछ लोगों को नाप के देने वाला हूँ. Different है ना? That's entirely different. वो एकदम अलग है. ഹമദൽ ഫംശൽ കമന. ഞാൻ ചിലർക്ക് തൂക്കി കൊടുക്കാൻ പോവുകയാണ്. मैं कुछ लोगों को तोल के देने वाला हूँ. എങ്ങനെ തൂക്കി കൊടുക്കുന്നത്? कैसे तोलेगा? അവരുടെ സമർപ്പണത്തിന്റെ അളവിനൊത്തവണ്ണം ഞാൻ തൂക്കി കൊടുക്കാൻ പോവുകയാണ്. उसका समर्पण का गहराई के हिसाब से मैं उसको तोल के അവരുടെ देने वाला ഏൽപ്പിച്ചു हूँ. കൊടുക്കലിന്റെ അളവിനൊത്തവണ്ണം ഞാൻ തൂക്കി കൊടുക്കാൻ പോവുകയാണെന്ന്. जो मुझे हाथ में दिया उसका समर्पण के हिसाब से मैं उसको तोल के देने वाला हूँ. ഓ ഹമശകമന ഹദൽ ഫംശൽ കമന ഹദലാറം ശൽ കമന. സമർപ്പിക്കാൻ ഇന്ന് പകൽക്കാലം തയ്യാറാണോ? क्या समर्पण करने के लिए आज का दिन तैयार है क्या? ഏൽപ്പിക്കാൻ തയ്യാറാണോ? क्या तू समर्पण करने को സഹോദര, तैयार है? നിന്റെ ജീവിതം താറുമാറല്ല, भाई आपके जीवन टूटा हुआ नाश नहीं है. ശൂന്യമല്ല. तेरा जीवन അത് बर्बाद और chaos सुनसान नहीं अल्ला. है. वो chaos नहीं है. ഓ ഇത് കൈറോസിന്റെ സമയമാ, एक कैरोस का समय है. ഇത് കൈറോസിന്റെ ये സമയമാ. कैरोस का समय ഓ है. ദൈവത്തിന്റെ ആത്മാ പറയുന്നു, परमेश्वर की आत्मा कहता है തൂക്കി കൊടുക്കുമ്പോൾ, जब नाप के देगा, അളന്നു കൊടുക്കുമ്പോൾ, जब नाप के देगा, അമർത്തി കുലുക്കി दबा के വലിയൊരളവ് കൊടുക്കുമെന്ന്. बहुत बड़े नाप देगा. സീസൺ അതാ കേട്ടോ, സീസൺ മാറിയെന്ന്. सीजन बदल गया. കാല പറക്കിയ സീസൺ മാറിയെന്ന്. सीजन बदल चुका है. കാല പറക്കിയ സീസൺ മാറിയെന്ന്. जो बचावा उठाने वाला सीजन बदल കൊയ്ത്തുകാരുടെ गया. പുറകെ നടന്ന സീസൺ മാറിയെന്ന്. കൊയ്ത്തുകാരുടെ പുറകെ നടന്ന സീസൺ മാറിയെന്ന്. कटनी वालों के पीछे पड़ा हुआ सीजन बदल നിന്റെ गया. അവകാശത്തിന്റെ അനുഗ്രഹത്തിന്റെ പുതപ്പ് പിടിച്ചോ. हमें तो आकाश का आने के चद्दर जरा पकड़ ले. ഓ ഹമ ശകമന ലേലാ ഗശകമന. നിന്റെ ബോവസിന്റെ ഒരു പുതപ്പുണ്ട് കേട്ടോ. तेरा बोगस का एक चादर है. നിന്റെ ബോവസിന്റെ ഒരു പുതപ്പുണ്ട്. हमें तेरा बोगस का एक അത് चादर നീ है. വലിച്ചെടുത്ത് तू वो पकड़ के നിന്റെ തലയിലോട്ടൊന്ന് ഇട്ടു. वो तेरे सिर पे डाल दे. ആ ബോവസിന്റെ പുതപ്പെടുത്ത് वो बोगस का चादर നിന്റെ से തലയിലോട്ടൊന്ന് ഇട്ടു. तू तेरे सिर पे डाल दे. രാവിലെ ആയപ്പോൾ ബോവസ് പറഞ്ഞു, और सुबह वो तो बोगस ने कहा, മകളെ മകളെ, बेटी നിന്റെ തലമേൽ വീണ പുതപ്പുണ്ടല്ലോ, तेरे सिर पे गिरा हुआ जो നിന്റെ चादर है, തലമേൽ വീണ പുതപ്പുണ്ടല്ലോ, जो सिर पे गिरा മോളെ चादर, അത് വിരിച്ചു പിടിക്കടി, वो तू बाहर से അത് पकड़. നിവർത്തി പിടിക്ക്. वो जो खोल के पकड़. യവം കൂമ്പാരമായി കൂനയായി കൂട്ടി അതിന്മേൽ ഇടാൻ പോകുകയാ. वो उसके अंदर पूरा धन डाल दिया. ഞാൻ ആത്മാവിൽ കാണുകയാ, मैं आत्मा में देख ഞാൻ रहा ആത്മാവിൽ കാണുകയാ. मैं आत्मा में देख रहा ചിലരുടെ തലമേൽ വീണ അഭിഷേകത്തിന്റെ പുതപ്പിന്റെ അകത്തോട്ട്, किसके कुछ लोग के सिर के ऊपर गिरा अभिषेक का चादर में. ചിലരുടെ മേൽ
വീണ അധികാര കൈമാറ്റത്തിന്റെ ശുശ്രൂഷയുടെ പുതപ്പിന്റെ അകത്തോട്ട് कुछ लोगों के ऊपर दिया हुआ अधिकार का सेवकाई का चादर के ऊपर ഏലിയാവിൽ നിന്ന് എലീശയിലേക്ക് വീണ പുതപ്പിന്റെ അകത്തേക്ക് कि एलिया के ऊपर के एलीशा के ऊपर जो चादर गिरा वो चादर के साथ ബോവസിൽ നിന്ന് റൂത്തിന്റെ തലമേൽ വന്ന പുതപ്പിന്റെ അകത്തേക്ക് बोगस के ऊपर से रूख के ऊपर जो आया वो चादर के साथ തൂക്കിയല്ല नाप के नहीं അളന്നല്ല बिना नाप അമർത്തി के കുലുക്കി बिना नाप के വലിയ അളവ് बड़ा हिस्सा ഇത് വലിയ അളവിൽ വിതയ്ക്കുന്ന ഇത് വലിയ അളവിൽ കൊയ്യുന്ന കൊയ്ത്തിന്റെ സീസൺ ആണെന്ന് പരിശുദ്ധാത്മ പറയുന്നു ये बिना नाप के कटनी का एक समय है पवित्र आत्मा कहता है അളക്കാൻ പറ്റാത്ത नाप नहीं सकते वैसे 30, 60, 100 കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് കയറുന്ന कि 30, 60, 100 से भी बढ़कर പരിശുദ്ധാത്മ പറയുന്നു पवित्र आत्मा कहता 100 है മാക്സിമം അല്ല 100 मैक्सिमम नहीं है 30, 60, 100 മാക്സിമം അല്ല 30, 60 और 100 नहीं है मैक्सिमम അളക്കാൻ പറ്റാത്ത ഒരു കൊയ്ത്തുണ്ട് जो नाप नहीं सकते उतना അളക്കാൻ പറ്റാത്ത ഒരു കൊയ്ത്തുണ്ട് कि बिना नाप सकते യേശു वैसे कटनी ക്രിസ്തുവിന്റെ है നാമത്തിൽ यीशु मसीह के नाम से ചിലത് മുളച്ചു വരട്ടെ कुछ उत्पन्न होने दे ചിലത് മുളച്ചു വരട്ടെ उत्पन्न होने दे നിന്റെ വയലിൽ ചിലത് മുളയ്ക്കട്ടെ आमीन आमीन तेरे खेत में कुछ ഇത് നിന്റെ കയോസിനെ മാറ്റിയ കൈറോ സീസൺ ആണ് हालेलुया तेरे कैरोस को बदलने वाला परमेश्वर का ഇത് നിന്റെ കയോസിനെ മാറ്റിയ കൈറോ സീസൺ ആണ് ये तेरा कैरोस को हटाओ कैरोस सीजन है അവനെ മുളയ്ക്കുന്ന സീസണാ ये उत्पन्न होने वाला है ഈ ഒരു വൃക്ഷമായി വളരുന്ന तू സീസണാ एक वृक्ष बन के बढ़ने वाला है പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിന്നെ നോക്കി സംസാരിച്ചു पवित्र കൊണ്ടിരിക്കുക आत्मा तुझे देख के बातें कर रहे हैं റേമ വചനമാ ये रेमा वचन है റേമ വചനം ഇറങ്ങിയാൽ रेमा वचन उतर there रहे will be life hallelujah वहाँ जीवन അവിടെ होगा ജീവൻ ഉണ്ടാകുമെന്ന് वहाँ जीवन അവിടെ होगा ജീവൻ ഉണ്ടാകുമെന്ന് वहाँ जीवन होगा യെഹെസ്കേൽ 16 यहेजकेल 16 അതിന്റെ 6-ാമത്തെ വാക്യം उसका 16वां യെഹെസ്കേൽ 16 यहेजकेल 16 അതിന്റെ 6-ാമത്തെ വാക്യം उसका छठा आयत വഴിയരികിൽ ജനിച്ച ശേഷം ये रास्ते में जन्म होने के बाद ഉപേക്ഷിക്കപ്പെട്ട ഒരു കൊച്ചു പെൺകുട്ടി के छोड़ा त्यागा हुआ एक छोटी बच्ची അവളുടെ മേൽ ആർക്കും കനിവ് തോന്നിയില്ല उसके ऊपर किसी का दया नहीं आया അവളെ ആരും വെടിപ്പാക്കിയില്ല उसे किसी ने नहीं धोना ആരും ഉപ്പ് തേച്ചില്ല उसको किसी ने नमक नहीं डाला വെള്ളത്തിൽ കുളിപ്പിച്ച് വെടിപ്പാക്കിയില്ല उसको कोई निला के साफ नहीं किया ഹല്ലേലൂയ. ആർക്കും അവളോട് മനസ്സലിവ് തോന്നിയില്ല किसी को उस पर तरस नहीं आया ഒരു കണ്ണിനും കനിവുണ്ടായില്ല किसी आंखों को देखने എല്ലാവർക്കും അവളോട് വെറുപ്പ് തോന്നി सबको उस पर नफरत आया അതുകൊണ്ട് വെളിം പ്രദേശത്ത് ഇട്ട് കളഞ്ഞു इसके उसको बाहर फेंक दिया ശ്രദ്ധിച്ച് കേൾക്കണമേ ध्यान से सुनिए കയോസ് സിറ്റുവേഷൻ chaos situation കയോസ് സിറ്റുവേഷൻ chaos अवस्था സ്വന്തം രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞ് कि ഹല്ലേലൂയ खुद के लहू में नया हुआ एक बच्ची ജീവിക്കത്തില്ല കേട്ടോ वो जीवित नहीं होगा മരിക്കാൻ വേണ്ടി ഉപേക്ഷിച്ചതാ तुझे मरने के लिए छोड़ा है ആർക്കും വേണ്ടാത്തവനായി किसी को नहीं चाहिए ആർക്കും വേണ്ടാത്തവളായി बिना त्यागा हुआ തള്ളിക്കളയപ്പെട്ടവനാണോ നീ क्या तू त्यागा हुआ व्यक्ति on है that day on that day उस दिन that was your Kairos day वो तेरा कैरोस का दिन था someone was walking by your side कोई तेरे साथ and चल he रहा था saw you उसने तुझे देखा അവൻ നിന്നെ കണ്ടു उसने तुझे देखा അതാരാണെന്നറിയാമോ क्या है कौन है അവനാണ് നിന്റെ വീണ്ടെടുപ്പുകാരൻ वो है तेरा उद्धार करता അവനാണ് നിന്റെ സൃഷ്ടികർത്താവ് वो है तेरा सृष्टिकर्ता അവനാണ് നിന്റെ റീസ്റ്റോറർ वो है तेरा रिस्टोरर ഒരു കണ്ണിന് വെടിപ്പ് കണ്ണിന് കനിവ് തോന്നാതെ जब किसी की आंखों में दया ഉപ്പ് नहीं आया തേക്കാതെ ഉപ്പ് തേക്കാതെ ना नमक लगा के വെടിപ്പില്ലാതെ कि साफ बिना किए മരിക്കാൻ തള്ളപ്പെട്ടതിനെ നോക്കിയിട്ട് जो मरने के लिए छोड़ते उसे देख നിന്റെ के അരുമനാഥന് നിന്നോട് കനിവ് തോന്നിയെന്ന് तेरा परमेश्वर को तुझ पे And दया you know हुआ what Bible says? वो बाइबल क्या कहता है അവളെ കണ്ടിട്ട് उसको देख के 6-ാം വാക്യം പറയുന്നു छठा आयत कहता എന്നാൽ है ഞാൻ നിന്റെ സമീപത്തു കൂടെ പോകുമ്പോൾ ഹോ मैं जब तेरे पास से गुजरता हूँ ഞാൻ നിന്റെ ഈ ഞാനാരാ ഈ ഞാനാരാ മക്കളെ മോനെ മോനെ ദൈവം നിന്റെ അടുത്തോട് നടന്നെന്ന് बोलते परमेश्वर तेरे करीब से निकला Can you believe that? क्या तू विश्वास कर सकता Jesus है is walking by your side. यीशु तेरे साथ चला ഇന്ന് പകൽക്കാലം നിന്റെ കയോസ് സിറ്റുവേഷനിൽ നീ കിടക്കുമ്പോൾ आज जब तेरा chaos situation जब तू നീ पड़ा है കിടന്നിങ്ങനെ ഉരുളുമ്പോൾ ഹല്ലേലൂയ जब तू वहां पड़े है ഹല്ലേലൂയ ഓ ശഖമന റംശൽ ഖമന നീ കിടന്ന് ഉരുളുമ്പോൾ जहां तू पड़े इधर उधर जब आता है നീ രക്തത്തിൽ കിടന്ന് ഉരുളുമ്പോൾ जब तू लहू में लपेटे हुए थे അതിലും വലിയ കയോസ് ഉണ്ടോ മക്കളെ उससे बड़ा chaos है क्या ഉണ്ടോ
ഉണ്ടോ? क्या उससे बड़ा chaos है क्या? മനസ്സിലാകുന്നുണ്ടല്ലോ ഈ വചനം അല്ലേ? सबको समझ में आ रहा है ना? അതിനകത്ത് നീ കടന്ന് ഉരുളുമ്പോൾ उस तेरे लहू में जब तू पड़े हुए घूम रहे, നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് കണ്ടേ, आप जब अपने हृदय को देखो, നീ നിലവിളിച്ച് കടന്ന് ഉരുളുക കേട്ടോ. तू पुकार के वहां पड़ा है। ആണോ മോനെ? हाँ है कि नहीं? അങ്ങനാണോ സഹോദരി? ऐसा है क्या बहन? നിങ്ങളോട് പരിശുദ്ധാത്മാ പറയുന്നത്, तुमसे पवित्र आत्मा कहता है, നിങ്ങൾ കിടക്കുന്നിടത്തോട് ഒരാൾ നടന്നു വരുന്നുണ്ടെന്ന്. तू जहां पड़ा वहां से एक व्यक्ति आ रहा है, ഒരുവൻ അതിലൂടെ നടന്നു വരുന്നുണ്ടെന്ന്. ഒരുവൻ അതിലൂടെ वहां से एक जन आ रहा है, അവന്റെ പേരാ നിന്റെ വീണ്ടെടുപ്പുകാരൻ, उसका नाम है उद्धार करता, അവന്റെ പേരാ നല്ല ശമരിയാക്കാരൻ. उसका नाम है अच्छा समरी। ഒരു കണ്ണിന് കനിവ് തോന്നാതെ जब किसी की आंखों में दया नहीं हुआ, പുരോഹിതന് ലേവിനെ ഉപേക്ഷിച്ചു പോയടത്ത്, महायाजक और लेवी छोड़ के गया, പട്ടക്കാരന് പാസ്റ്റർ ഉപേക്ഷിച്ചു പോയടത്ത്, जब जहां पादरी और पासवान छोड़ के गया, പള്ളിക്കാര് തള്ളിക്കളഞ്ഞടത്ത്, മക്കളെ ദൈവാത്മാ പറയുക കേട്ടോ ബിനോമനെ, പള്ളിക്കാര് തള്ളിക്കളഞ്ഞടത്ത്, जहां चर्च वालों ने छोड़ दिया, പട്ടക്കാര് പാസ്റ്റർ ഉപേക്ഷിച്ചടത്ത്, जहां पादरी और पास्टर ने छोड़ എന്റെ दिया, കണ്ണ് നിന്നെ കണ്ടെന്ന്, मेरी आंखें तुझे देखो, എന്റെ കണ്ണ് സഹോദരി എന്റെ കണ്ണ് നിന്നെ കണ്ടെന്ന്, बहन मेरी आंखें ने तुझे देखो, ആർക്കും വേണ്ടാത്ത നിന്നെ കണ്ടെന്ന്, जो किसी को नहीं चाहता उसको देखो, കണ്ടിട്ട് उसके बाद ഞാൻ എന്തോന്ന് പറഞ്ഞു, मैं कुछ तो कहा, I spoke something, मैंने कुछ कहा, ഞാൻ എന്തോന്ന് പറഞ്ഞു, मैंने कुछ कहा, എന്താ പറഞ്ഞെന്നറിയാമോ? क्या कहा? നീ രക്തത്തിൽ ഉരുളുന്നത് കണ്ടിട്ട് നിന്നോട് तू लहू में लिपटे हुए देख के ഞാൻ तुझसे പറഞ്ഞു, मैंने कहा, ജീവിക്കാ, तो जीवित रहे, ജീവിക്കാ, जीवित रहे, live, live, जीवित रहे, live, जीवित रहे, खत्म होने के लिए नहीं है, തീരാനല്ല, परमेश्वर नाश होने के लिए, നഷ്ടപ്പെടാനല്ല, नष्ट होने के लिए नहीं, ശൂന്യമായി കിടക്കാനല്ല. शून्य कपड़ा लेने के लिए नहीं। ഉൽപ്പത്തി 1 ഏത് ദൈവം उत्पत्ति 1 में जो परमेश्वर ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ जो होने दे कहा, ജീവനുണ്ടായി. जीवन हुआ। ഉൽപ്പത്തി 1 അധ്യായത്തിൽ उत्पत्ति 1 each में and every day he was speaking the same thing. Hallelujah. हर दिन वही कुछ बना रहा था, Oh, he was speaking the words of creation. Hallelujah. उत्पन्न देने वाली बातें And कर रहा that था। same God, वही सेम he परमेश्वर, said, live. उसने बोला जीवित रहे। എന്ത് സംഭവിച്ചു? क्या हुआ? ജീവനുണ്ടായി, जीवन हुआ, ജീവനുണ്ടായി, जीवन हुआ, chaos അല്ല. chaos नहीं, Hallelujah. ഓർഡറായി, वो एक कर्म में आ गया, ലൈഫ്ലെസ് അല്ല, बिना जीवन का नहीं, ജീവനുണ്ടായി. जीवन हुआ। പകൽക്കാലം നമ്മുടെ ചർച്ചിലെ ഓരോ കുടുംബങ്ങളെ നോക്കി ഈ വചനത്തിലൂടെ പ്രവചിക്കാൻ എനിക്ക് തോന്നുകയാ. आज के दिन कलीसिया के हर एक कुटुंब को देख के इस वचन के अंदर से भविष्यवाणी देने का मन ഒന്നും कर रहे, തീർന്നിട്ടില്ലെന്ന്, कुछ भी समाप्त नहीं മക്കളെ, हुआ, ഒന്നും बच्चों തീർന്നിട്ടില്ലെന്ന്. कुछ भी समाप्त नहीं He's हुआ, walking by your side. वो तेरे साथ चल He's रहा going to है, change your situation. वो तेरे अवस्था को बदलेगा, He's going to speak life into your life. वो तेरे जीवन में जीवन लाएगा, He's going to speak life into your life. वो Hallelujah. तेरे को जीवन देगा, He's going to speak life into your whiteness. कि वो तेरे को जीवन दूंगा, He's going to speak life into your chaos. वो तेरे chaos में जीवन को And डालेगा। this is that hour. वो ये है वो This घड़ी, is that hour. ये है वो This घड़ी, is that kairos. ये कैरोस है, This is your kairos. ये तुम्हारा कैरोस Oh, है। എഴുന്നേറ്റ് പ്രകാശിക്ക. उठ के उत्पन्न നിന്റെ हो, പ്രകാശം വന്നിരിക്കുന്നു. तेरा प्रकाश आ गया है, നീതി സൂര്യൻ നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. धार्मिक का सूरज तुझ पे आ Your गया day है, has come. Hallelujah. Your day has come. तुम्हारा दिन आ चुका നിന്റെ है, ദിവസം വന്നിരിക്കുന്നു. तेरा दिन आ चुका है, എഴുന്നേറ്റ് പ്രകാശിക്ക. ഉठ के प्रकाशित हो, Arise and shine. उठ के प्रकाशित हो, Arise and उठ shine. के प्रकाशित हो, Arise and उठ shine. के प्रकाशित हो, ജീവിക്ക. जीवित हो। എന്ത് സംഭവിച്ചു? क्या हुआ? ഒറ്റ വാക്ക്, एक ही शब्द, ജീവിക്ക. जीवित रहे। ആരാ പറഞ്ഞത്? किसने कहा? ആരാ പറഞ്ഞത്? किसने कहा? ജീവന്റെ ഉറവിടം അല്ലേ? जो जीवन का അവൻ പറഞ്ഞ ജീവിക്കായിരിക്കും. वो जब बोलेगा तो जीवित नहीं रहेगा। പരിശുദ്ധാത്മാ ജീവിക്കാന്ന് പറഞ്ഞ अगर तुझे पवित्र आत्मा जीवित रहेगा, ലൈഫ് ഇല്ലാത്ത ഏത് മേഖലയും ജീവിക്കും. तेरा जीवन में जो भी मंडल मरा हुआ है, हर एक में जीवन होगा। If your spiritual life is lifeless, अगर तेरा आत्मिक जीवन बिना जीवन का है, കർത്താവ് പറയാ ജീവിക്കട്ടെ. परमेश्वर बोले जीवित रहे। നിന്റെ കരിയർ ലൈഫ്ലെസ് ആണോ? तेरा करियर में कोई യേശുവിന്റെ നാമത്തിൽ जीवन नहीं है, ജീവിക്കട്ടെ. നിന്റെ വിദ്യാഭ്യാസം ലൈഫ്ലെസ് ആണോ? तेरा पढ़ाई में जीवन नहीं है, Let there be life. वहाँ जीवन होने दे, In your brain, let there be life. वहाँ जीवन होने दे। നിന്റെ കൃപാവരങ്ങൾ ലൈഫ്ലെസ് ആണോ? तेरा वरदानों में जीवन नहीं है, Let there be life. उधर जीवन होने Let दे, there be life. वहाँ जीवन होने दे। നിന്റെ ഫാമിലി ലൈഫ്,
तेरा पारिवारिक जीवन ഓ ഫ്രോസൺ ആണോ, वो फ्रोजन है, ലൈഫ്ലെസ് ആണോ, वो जीवन नहीं in the है, mighty and holy name of Jesus Christ, यीशु मसीह के नाम से let there be life, वो जीवन होने let there दे, be life. वो जीवन होने दे, The business lifeless ആണോ, तेरा बिजनेस लाइफलेस है, let there be life. वो जीवन होने दे, കുഞ്ഞുങ്ങളുടെ ഭാവി ലൈഫ്ലെസ് ആണോ, तेरे बच्चों का जीवन लाइफलेस let है, there be life, वो जीवन होने let दे, there be life. वो जीवन होने दे, കരങ്ങളെ അടിച്ച് हाथ ताली बजा के receive this rhema, इस रीमा को स्वीकार करो, receive this rhema. इसे प्राप्त करो। നിന്റെ ശുശ്രൂഷയിൽ ലൈഫ് ഉണ്ടാകട്ടെ, तेरे सेवकाई में जीवन होने दे, നിന്റെ ശുശ്രൂഷയിൽ ലൈഫ് ഉണ്ടാകട്ടെ. तेरे सेवकाई में जीवन होने ഒറ്റ दे, വാക്ക്, एक ही शब्द, ഒറ്റ വാക്ക്, एक ही शब्द, ആ ഒറ്റ വാക്ക് കൊണ്ട് वो एक शब्द से എന്ത് സംഭവിച്ചെന്നറിയാമോ? क्या हुआ വയലിലെ സസ്യം പോലെ നീ പെരുകിയെന്ന്. ഹല്ലേലൂയ. कि ഒറ്റ വാക്കുകൊണ്ട് एक ही बात से വയലിലെ സസ്യം പോലെ कि जो नाले का जो मछलियों के समान പെരുകുമാറാക്കി, मैं तुझे बढ़ोतरी दिया, വളർന്നു വലുതായി. तू बड़ा होके। യേശു ഒരു വാക്ക് പറഞ്ഞാൽ മതി കേട്ടോ. यीशु एक बात कहना है, മക്കളെ യേശു ഒറ്റ വാക്ക് പറഞ്ഞാൽ यीशु മതി. एक ही बात कहना നീ है, മുളച്ചു പൊന്തുവെന്ന്. तू उत्पन्न होके बड़ा വയലിലെ होगा, സസ്യം പോലെ മുളച്ചു പൊന്തുവെന്ന്. कि खेती का क्या, That's amazing. Hallelujah. നീ ഒരു വനമായി മാറുമെന്ന്. तू एक वन बन गया, നീ ഒരു വാട്ടികയായി तू മാറുമെന്ന്. एक वाटिका बन गया, ഒത്തിരി ഫലമുണ്ടാകുമെന്ന്. बहुत से फल होगा। നിങ്ങൾക്കറിയാമോ? It took 6 days. 6 दिन लगा, Every day हर दिन God was doing something new. हर दिन परमेश्वर कुछ बना रहा था, Step by step स्टेप बाय स्टेप। He changed the chaos into cosmos. वो कायोस को कॉस्मोस बनाया, And on the final day, वो आखिरी दिन after finishing every work, सब काम खत्म then करने what के बाद God said, you know, उसने क्या कहा? He said, उसने कहा very good. बहुत अच्छा। Till that day, तब तक He was saying, वो कहता था it is good. ये अच्छा है, It is good. ये अच्छा है, It is good. ये अच्छा है। 6 times He repeated that word. 6 बार उसने कहा It is good. ये अच्छा है, It is good. अच्छा है, Something is happening in Finney's life. कि कुछ हो रहा रहने के जीवन It is में, good. ये अच्छा है, Something miraculous is happening in that family. It is good. कुछ चमत्कार उस परिवार में हो रहा है, अच्छा Something है, is getting created in family. It is good. कि Hallelujah. उस परिवार में कुछ हो रहा है, अच्छा Till है। today, it's not a final product. Hallelujah. और लेकिन वो फाइनल प्रोडक्ट नहीं है, There is a day. एक दिन There है, is a day. एक दिन है, God is going to declare. परमेश्वर Oh, it is कहेगा, very good. वो बहुत अच्छा है, It is very good. वो बहुत अच्छा इसका है, जिंदगी बहुत खूबसूरत बन गया. इसका जीवन बहुत खूबसूरत बन गया। That day has not yet come. Hallelujah. That day has not yet come. वो दिन अब तक नहीं आया। हुआ नहीं. इधर मंदिर आप कौन सा स्टेज में? आज नहीं ഏത് I സ്റ്റേജിലാണ് want to give prophecy. ഭവിഷ്യവാണി ചെയ്യണം। പ്രതീഷ് ബ്രദർ കാണുന്നുണ്ടെങ്കിൽ प्रतीश में तो देख रहे हैं तो ഓൺലൈനിൽ ഞാൻ പറയുക. वो है तो मैं बोलता हूँ പ്രോസസിംഗ് നടക്കുക കേട്ടോ. प्रोसेस चल रहा है। വെരി ഗുഡ് എന്ന് പറയുന്നൊരു ദിവസമുണ്ട്. आपका डेलिवरेंस On एक दिन that है। day you will be mesmerized, amazed by seeing God's glory in your life. उस दिन आप अद्भुत रहेगा परमेश्वर की महिमा को देख के। വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? क्या विश्वास है? ആമീൻ പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. आमीन बोल के स्वीकार आमीन बोल के करें। स्वीकार आमीन बोल के स्वीकार One करें। day, एक दिन, there is a day, एक दिन, there is a day of finalization. एक दिन है अंतिम का। उस दिन प्रभु ने कहेगा, ആ ദിവസം ദൈവം പറയും, उस दिन परमेश्वर कहेगा, ഓ ഞാൻ അവനെ പണിതെടുത്തു. मैंने उसे बना के लिया, അവന്റെ കയോസ് മാറി. उसको कैओस हट गया, സിറ്റുവേഷൻ മാറി. उसको कैओस सिचुएशन हट गया। ഒറ്റ ദൂതോട് പറഞ്ഞു നിർത്താം. और एक वाणी कह के 7ാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്നു. 7वां दिन परमेश्वर ने विश्राम किया। ഒരു ബിബ്ലിക്കൽ പ്ലാനിന്റെ നക്ഷലാണ് കേട്ടോ. एक बिब्लिकल प्लान का नक्शल है। ഈ ഒന്നാം അധ്യായം पहला अध्याय ഇന്നും ചരിത്രത്തിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക. आज भी इतिहास में चल रहा है ദൈവം സ്വസ്ഥമായിരുന്നു ആ ഒരു ദിവസം ഇനി ശേഷിക്കുന്നുണ്ട്. कि स्वस्थ परमेश्वर स्वस्थ हुआ एक दिन है। നിങ്ങൾക്കറിയാമോ? आपको पता है ദൈവം ഈ ഭൂമിയെ പാഴ്ശൂന്യമായ ഭൂമിയെ ഏദൻ ഉണ്ടാക്കി മനുഷ്യനെ പാർപ്പിച്ചു. कि इस बेडोल और सुनसान पृथ्वी पर परमेश्वर ने एदम बना के वाटिका बना के इसमें इंसान को रखा। ആ ഏദനിൽ സാത്താൻ കേറി. उस एदन में सातान घुसा, പിന്നെ കയോസ് കൊണ്ടുവന്നു. फिर से कैओस ले आया, കൊണ്ടുവന്നോ? ले आया, പിന്നെ കയോസ് കൊണ്ടുവന്നു. फिर से कैओस ले आया। പാപം, पाप, ശാപം, शाप, വേദന, दर्द, വിശർപ്പ്, മുള്ള്, പറക്കാര എല്ലാം കൊണ്ടു. पसीना, कांटा, सब ശൂന്യതയും എല്ലാം വന്നു. कि बेडोल और सुनसान। ഹല്ലേലൂയ. പക്ഷേ ഒരു വാഗ്ദത്തം. लेकिन एक वादा, എന്താ വാഗ്ദത്തം എന്നറിയാമോ? क्या था वादा? സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ ജനിക്കും. कि स्त्री का संतान बन के जन्म होगा, അവൻ ഈ കയോസിനെ മാറ്റും. वो एक कैओस को हटाएगा, ഒരു കൈറോസ് വന്നു. वो कैरोस आएगा। യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, യോഹന്നാൻ ने ഇത് कहा കൈറോസ് ടൈമാ കേട്ടോ. ये कैरोस समय है Kingdom of God is near. कि परमेश्वर के
राज निकट ഗലാത്യ है। ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, पौलुस ने कहा കാലസമ്പൂർണ്ണത വന്നപ്പോൾ, कि जब समय का अब पूरा हुआ, കൈറോസ് ടൈം വന്നപ്പോൾ, जब कैरोस का समय आया സ്ത്രീയിൽ നിന്ന് സ്ത്രീയുടെ സന്തതിയായി ജനിച്ചവനായി कि स्त्री में से उत्पन्न होकर യേശു संतान बन കർത്താവ് गए, ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. यीशु मसीह पृथ्वी में उतर आया। ഏദനിൽ സാത്താൻ ഇൻസ്റ്റാൾ ചെയ്ത, ഭൂമിയിൽ സാത്താൻ ഇൻസ്റ്റാൾ ചെയ്ത കയോസിനെ പൂർണ്ണമായി എടുത്തു മാറ്റി. कि एदम में जो सातान ने इंस्टॉल किया जो कैरोस है उसको पूरी तरह से उठा दिया। പുതിയ ആകാശത്തിന്റെയും പുതിയ ഭൂമിയുടെയും കോസ്മോസ് നിർമ്മിക്കാൻ വേണ്ടി ഒരുവൻ ഇറങ്ങി വന്നു. कि नया आकाश और नया पृथ्वी का कॉस्मोस बनाने के लिए एक उतर आया। കയോസ് മാറണമോ? कैरोस हटना There है, is only one way. वो एक दिन है, That's a hallelujah. That's Jesus. Hallelujah. वो है यीशु। That's the Son of God. वो है Hallelujah. यीशु। എല്ലാവരും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. हर जो हाथ को उठा के प्रार्थना പറഞ്ഞ करें, യേശുവേ, बोलो यीशु ഞാൻ ഭാഗ്യവാനാ. मैं भाग्यशाली ഈ है, ഈ മർമ്മം അറിയാൻ എനിക്ക് ഭാഗ്യം കിട്ടി. ये ज्ञान मिलने का मुझे ज्ञान मिला, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാ. मैं आशीषित ഈ हूँ, റീമ വചനം എനിക്ക് തന്നു. मुझे ये रीमा वचन दिया। ഞാൻ ഇനി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും, पहले मैं आपके लिए आज प्रार्थना ना ഞാൻ करें, കൈവച്ചില്ലെങ്കിലും, मैंने हाथ नहीं रखा तो ഈ भी, വചനം കേട്ടപ്പോൾ തന്നെ ये वचन सुना तभी നിങ്ങൾ ഈ ലൈഫ് ഉണ്ടാക്കാൻ തുടങ്ങി. आपके अंदर जीवन കാരണം उत्पन्न യേശു हुआ അങ്ങനെയാ है। പറഞ്ഞത്. यीशु ने ऐसा कहा, ഞാൻ പറഞ്ഞ ഈ വചനം നിങ്ങളുടെ മേൽ ലൈഫായി കഴിഞ്ഞു. कि यीशु ने इस प्रकार कहा, मैंने जो कहा वचन तुम्हें जीवन और दिया। ഈ ദേവദാസന്മാർ പ്രാർത്ഥിക്കുന്നത് കൈവെക്കുന്നതും ഒക്കെ അതിനെ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി മാത്രമാണ്. कि परमेश्वर के दास लोग हाथ रखते हैं प्रार्थना को उसको कंफर्म It's करने के लिए, already started in your life. वो ऑलरेडी आरंभ हो चुका है आपके जीवन में। Worship and pray together. आप साथ में आराधना करेंगे, प्रार्थना करेंगे। നിങ്ങളിപ്പോ നിൽക്കുന്നത് आप जो खड़ा है ഉറപ്പുള്ള പാറയില. एक चट्टान पे है, ഹല്ലേലൂയ. വിഷാദത്തിന്റെ രാത്രി കഴിഞ്ഞു, वो रोने का दिन चले गया, ആനന്ദത്തിന്റെ, ആരാധനയുടെ, ഗീതത്തിന്റെ, ഹല്ലേലൂയ, ആർപ്പിന്റെ രാത്രി, സെലിബ്രേഷന്റെ ടൈം ആയത് കേട്ടോ. ये गीत गाने का, आराधना करने का, आनंद बनाने का समय है। ये ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാൻ പോകുക. साथ में गा के परमेश्वर आराधना करेंगे। എന്താ പറഞ്ഞത്? एस्केल 16 क्या कहता है? ഒരു ശൂന്യത. एक शून्यता, ആ ശൂന്യത ദൈവം ചെയ്തു. उस शून्यता को क्या किया? നോക്കിയിട്ട് പറഞ്ഞു, उसको देख के कहा ലൈഫ് ഉണ്ടാകട്ടെ. जीवन होने दे। എസ്കേലിന്റെ പുസ്തകത്തിൽ एस्केल की किताब में 37 അധ്യായത്തിലും സെയിം തിങ്. 37 में वही हुआ, അസ്ഥികൾ നിറഞ്ഞ് താഴ്വര, हड्डियों से पड़ा हुआ ഫിതർ ഹോ ഗയാ, കയോസ്. तीतर फीतर था, Chaos. कायरोस। കയോസിനെ നോക്കിയിട്ട് कायरोस को देख के പ്രവാചകനോട് പറയുക, भविष्यता को कहता है, Speak. बोल, बातें कर। നീ എന്താ പ്രവചിക്കേണ്ടത്? क्या बोलना है? പ്രവാചക, നീ പ്രവചിക്കുമ്പോൾ listen to me. भविष्यता तू भविष्यवाणी देगा, നിന്റെ വാക്കല്ല പറയുന്നത്, तेरी बातें നീ नहीं कहते। പ്രവാചകനായതുകൊണ്ട് तू നീ भविष्यता है कहके, ദൈവത്തിന്റെ മൗത്ത് പീസാ. तू परमेश्वर का So जवाब whatever है। you say now, जो भी तू कहेगा it's a rhema. और रीमा है। It's a rhema. Amen. That rhema is going to act upon the dry bones. कि वो जो तू जो भी कहेगा वो रीमा है, और रीमा उस पे कार्य That करेगा। rhema is going to work on the dry bones. वो जो रीमा है सूखी हड्डियों पे काम That करेगा। rhema is going to bring back broken relationships. वो जो रीमा है टूटा हुआ रिश्तों को वापस से ആ जोड़ेगा। റീമ ഉടഞ്ഞു കിടക്കുന്നതിനെ തിരിച്ചു കൊണ്ടുവരാൻ പോകുകയാണ്. और रीमा जो है टूटा हुआ को वापस ആ जोड़ेगा। റീമ തകർന്ന ആസ്തികളെ, തകർന്ന കുടുംബങ്ങളെ, തകർന്ന ജീവിതങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ പോകുകയാണ്. वो जो रीमा है टूटा हुआ रिश्तों Hey. को, टूटा हुआ कुटुंबों को वापस When the लाएगा। prophet was giving rhema, जब भविष्यता रीमा दे the रहा था, spoken word of God, जब परमेश्वर के something was happening in the atmosphere. और उस वक्त कुछ हो Oh, रहा when the था। prophet was speaking rhema, जब आत्मा रीमा कह रहा when था, the prophet was speaking the word of God, भविष्यता जब परमेश्वर का वचन when कह the रहा था, prophet was speaking to the Amashakamana, Ramshalkamana, Adala Ramshalkamana, dry bones, वो जब सूखी हुई हड्डियों से वो जब कहा ജീവിക്ക ഉണങ്ങിയ ആസ്തികളെ ജീവിക്ക എന്ന് പ്രവാചകൻ പ്രവചിക്കുമ്പോൾ जब भविष्यता ने बोला सूखी हुई हड्डी तो जीवित हो, പ്രവാചകൻ കാറ്റിനോട് അപേക്ഷിക്കുക, वो हवा से कहता है ഞാൻ പറയാനുള്ളത് പറഞ്ഞു, मैंने जो बोलना कहा था बोला, ഞാൻ റീമ കൊടുത്തു, मैंने रीमा दिया। ബാക്കിയുടെ കാറ്റിറങ്ങി വീശട്ടെ. आमेन, हालेलुया। बाकी जो हवा लाने दे, Word plus Holy Spirit, റീമ plus Holy Spirit, रीमा के साथ पवित्र അസ്ഥി आत्मा അസ്ഥിയോട് ചേരാൻ പോകുക, हड्डी हड्डी से मिलने वाला, കയോസ് മാറാൻ പോകുക. chaos हटने वाला An है। army of God, an army of God एक परमेश्वर with एक सेना life is going to come up. एक Hallelujah. जीवन के साथ उठने वाला है। വിശ്വസിക്കാൻ പറ്റുമോ? क्या विश्वास ഒരു करते ആർമി हैं? ഓഫ് ഗോഡ്, ജീവനുള്ള ഒരു സൈന്യം എഴുന്നേൽക്കാൻ പോകുകയാണ്. एक जीवित सेना उठने वाला ഈ है। പകൽക്കാലം ഈ വചനത്തിന് മുമ്പിൽ आज के दिन इस वचन के सामने പരിശുദ്ധാത്മാവിന്റെ കാറ്റ് ഇവിടെ നിന്ന് വീശട്ടെ. कि पवित्र आत्मा का हवा आने दे। കരങ്ങളെ അടിച്ച് ശക്തമായി ആരാധിച്ചട്ടെ, हाथ ताली बजा के सामा से गीत ശക്തമായി गाए। ആരാധിച്ചട്ടെ. तो आओ उठ खड़े हो जाओ, प्रकाशमान हो जाओ, तेरा समय आ गया है, उसकी आत्मा से भर जाओ,
में जाके गाओ यीशु आ रहा है। तो आओ उठ खड़े हो जाओ, प्रकाशमान हो जाओ, तेरा समय आ रहा है। उसकी आत्मा से भर जाओ, देशों में जाके गाओ यीशु आ रहा है। तो आओ उठ खड़े हो जाओ, प्रकाशमान हो जाओ, तेरा समय आ रहा है। उसकी आत्मा से भर जाओ, देशों में जाके गाओ यीशु आ रहा है। तो आओ उठ खड़े हो जाओ, प्रकाशमान हो जाओ, तेरा समय आ रहा है। उसकी आत्मा से भर जाओ, देशों में जाके गाओ यीशु आ रहा है। कलीसिया मजबूत हो रही है, विश्वासी बलवंत हो रहे हैं। कलीसिया मजबूत हो रही है, विश्वासी बलवंत हो रहे। विश्वास के साथ कलीसिया मजबूत हो रही है, विश्वासी बलवंत हो रहे हैं। कलीसिया मजबूत हो रही है, विश्वासी बलवंत हो रहे हैं। राज्य का सुसमाचार फैल रहा है, यीशु का राजत्व बढ़ रहा है। इसलिए तो आओ उठ खड़े हो जाओ, प्रकाशमान हो जाओ, तेरा समय आ रहा है। उसकी आत्मा से भर जाओ, देशों में जाके गाओ यीशु आ रहा है। तो आओ उठ खड़े हो जाओ, प्रकाशमान हो जाओ, तेरा समय आ गया है। उसकी आत्मा से भर जाओ, देशों में जाके गाओ यीशु आ रहा है। तो आओ उठ खड़े हो जाओ, प्रकाशमान हो जाओ, यीशु के नाम में उसकी आत्मा से भर जाए, उसकी आत्मा से भर जाओ, देशों में जाके गाओ यीशु आ रहा है। वो सूखी हड्डियों की तराई में बड़ी सेना को चलते देखूं, अधिकार की वाणी तू दे, पवित्र आत्मा में नबूवत करो। सूखी हड्डियों की तराई में बड़ी सेना को चलते देखूं, अधिकार की वाणी तू दे, पवित्र आत्मा में नबूवत करो। अग्नि समान उतरा, अग्नि जीप के समान चढ़ जा, जो का तूफान का लेके आ, नदी आत्मा की हम पर बहा। अग्नि समान उतरा, अग्नि जीप के समान चढ़ जा, जो का तूफान का अग्नि समान उतरा, जीव के समान चढ़ जा, जो का तूफान का लेके आ, नदी आत्मा की हम पर बहा। अग्नि समान उतरा, अग्नि जीव के समान चढ़ जा, जो का तूफान का लेके आ, नदी आत्मा की हम पर बहा। सूखी हड्डियों की तराई में बड़ी सेना को चलते देखूं, अधिकार की वाणी तू दे, पवित्र आत्मा में नबूवत करूं। सूखी तराई में बड़ी सेना को चलते देखूं, अधिकार
अधिकार की वाणी तू दे, पवित्र आत्मा में नबूवत करूं, सूखी हड्डियों की तराई में बड़ी सेना को चलते देखूं। अधिकार की वाणी तू दे, उस वाणी के साथ पवित्र आत्मा में नबूवत करे। अग्नि समान उतरा, अग्नि जी के समान रह जा, जो तूफान निकाले गया, नदी आत्मा की हम पर बहा। अग्नि समान उतरा, अग्नि जी के समान रह जा, शदारा बांधे सफरा दरे, निकाले गया, वंदे मारा शदेरे नदी आत्मा की हम पर बहा। अग्नि समान, अग्नि समान, या शदेरा शदारा बांधे, शदारा बांधे या शदेरे मारा चले, रोशन निकाले गया, अंधेरे बाबा शदेरे बाबा शदेरे, तेरा रे अग्नि समान उतरा, अग्नि जी के समान ठहर जा, तूफान निकाले गया, नदी आत्मा की हम पर बहा। अंतिम दिनों की अभिषेक सारे लोगों के ऊपर तुम्हें, कटनी का है ये समय, पवित्र आत्मा से भर दे हमें। अंतिम दिनों की अभिषेक सारे लोगों के ऊपर तुम्हें, कटनी का है ये समय, पवित्र आत्मा से भर दे हमें। अग्नि के समान पवित्र आत्मा की सामर्थ्य को अपने जीवन में स्वीकार करें। अग्नि जी के समान रह जा, तूफान निकाले गया, अग्नि समान उतरा, अग्नि जी के समान रह जा, तूफान निकाले गया, नदी आत्मा की हम पर बहा। अग्नि समान उतरा, अग्नि जीव के समान, और बसदले बसदले तूफान निकाले गया, बसदले नदी बसदले, आत्मा की हम पर बहा। अग्नि समान, अग्नि समान उतरा, ठहर जा, तूफान निकाले गया, नदी आत्मा की हम पर बहा। ओ अग्नि समान उतरा, अग्नि जीव के समान ठहर जा, तूफान निकाले गया, नदी आत्मा की हम पर बहा। सीनाई पर्वत की चोटी पर मैं अग्नि ज्वाला को जलते देखूं, इस्राएल के खुदा वही अग्नि को हम पर तू भेज। पर्वत की चोटी पर मैं अग्नि ज्वाला को जलते देखूं, इस्राएल के खुदा वही अग्नि को, उसी अग्नि को हमारे जीवन में स्वीकार करें। अग्नि समान उतरा, तूफान निकाले अग्नि समान उतरा, अग्नि जी के समान रह जा, तूफान निकाले गया, नदी आत्मा की हम पर बहा। सूखी हड्डियों की तराई में बड़ी सेना को चलते देखूं, अधिकार की वाणी तू दे, पवित्र आत्मा में नबूवत करूं, सूखी हड्डियों की तराई में उस पेड़ों अवस्था के ऊपर को चलते अधिकार की वाणी तू दे, पवित्र आत्मा में सूखी हड्डियों की तराइयों में, सूखी हड्डियों की तराई में बड़ी सेना को चलते देखूं, अधिकार की वाणी तू दे, पवित्र आत्मा में नबूवत करूं। सब मिलकर गाए, अग्नि समान उतरा, अग्नि जी के
नदी आत्मा की हम पर बहा अग्नि समान उतरा अग्नि जी के समान ठहर जा नदी आत्मा की हम पर बहा अग्नि समान उतरा सूखी हड्डियों की तराई में बड़ी सेना को चलते देखूं ओ अधिकार की वाणी तू दे पवित्र आत्मा में नबूवत करूं सूखी हड्डियों की तराई में बड़ी सेना को चलते देखूं अधिकार की वाणी तू दे पवित्र आत्मा में नबूवत अग्नि को आज हमारे जीवन में स्वीकार करे अग्नि जी के समान ठहर जा तूफान काले के आ नदी आत्मा की हम पर बहा अग्नि समान उतरा अग्नि जी के समान ठहर जा तूफान काले के आ नदी आत्मा की हम पर बहा अग्नि समान उतरा अग्नि जी के समान ठहर जा तूफान काले के आ नदी आत्मा की हम पर बहा अंतिम दिनों के अभिषेक सारे लोगों के ऊपर तुम्हें अग्नि का है समय पवित्र आत्मा से भर दे हमें अंतिम दिनों के अभिषेक सारे लोगों के ऊपर तुम्हें अग्नि का है समय पवित्र आत्मा से भर दे हमें अग्नि समान उतरा अग्नि जी के समान बैठा तूफान काले गया पवित्र आत्मा में अग्नि समान उतरा के समान तूफान काले नदी आत्मा की अग्नि समान उतरा अग्नि जी के समान ठहर जा तूफान काले गया नदी आत्मा की हम पर बहा कर्मेल पर्वत की प्रार्थना में छोटे बादल को जलते देखूं आहाब जैसे तपा वही अग्नि तो हम पर तू भेज कर्मेल पर्वत की चोटी पर में छोटे बादल को उठते देखूं आहाब जैसे कपा वही अग्नि को हम पर तू भेज अग्नि समान उतरा अग्नि के समान ठहर जा तूफान काले के आ नदी आत्मा की हम पर बहा अग्नि समान उतरा अग्नि जीप के समान ठहर जा जो का तूफान काले के आ नदी आत्मा की हम पर अग्नि समान उतरा अग्नि जीप के समान ठहर जा जो का तूफान काले के आ नदी आत्मा की हम पर बहा अग्नि समान उतरा अग्नि जीप के समान ठहर जा जो का तूफान और हमारा खेला बादशाह दे रे लिया बादशाह दे रे अग्नि समान हमारे बीच में रफ्तार बादशाह दे रे रमांदिया रे बादशाह दे रे Rantara rabasha da rabandere Rantele di basso doloro bosha da rantere Randela varia tarabassa che rando mossihara Resha da rabandere Rantale rabandere O परमेश्वर तेरे उस वचन से सुखियों की तरह के बीच में से आज एक सेना को हम उठते हुए देखते हैं राशा दरा बासा दे ले रे
से परमेश्वर हमारे जीवन के कायोस को आज कायरोस में बदलने के लिए तू सक्षम है। राताला रवाशा दे रे रिंदे रबाउरिया सथारे बारे दे रे राशे दारा दे रे बारा दे रे रोंदो रबोसा दे रे राखे बारिया दो शदारा बासका दे दारा बारे रे बारिया थोरे बाशा दे रे राताला रबारिया दे रे बाशा दे रे राताला रबाशा दे रे बासो दे रे बारिया थारा रबा ओ अग्नि समान उतरो अग्नि जीत के समान ठहर जा तो का तूफान काले के आत्मा की हम पर शदरे रे अग्नि समान सलारा बाउरिया तेरे बादशाह दे रे रेखारा बारिया दे रे या सदरे बादशाह दे रे ओ दारा बारा दे यारा बारिया तेरे रे सदरा बादे रे बादशाह दे रे तेरे बादशाह दे रे के सदरा बाउरिया तेरे बादशाह दे रे बारा रेखारा दे बादशाह दे रे बादे रे तेरे बादशाह दे रे बादशाह ओ अग्नि समान तेरा अग्नि जीत के समान ठहर जा तो का तूफान काले के नदी आत्मा की हम पर बहा ओ अग्नि समान उतरो अग्नि जीत के समान ठहर जा तो का तूफान काले के नदी आत्मा की हम पर बहा नदी आत्मा की हम पर बहा नदी आत्मा की हम पर बहा प्रभु को धन्यवाद दीजिए। हालेलुया। मैं विश्वास कर रहा काफी लोगों का जीवन में कुछ नया उत्पन्न हो गया है। വിശ്വസിക്കുന്ന ഒത്തിരി പേരുടെ ജീവിതത്തിൽ ചില പുതിയത് ഉൽപ്പന്നമായി परमेश्वर का रीमा वजन जाके कुछ क्रिएशन किया है। ദൈവത്തിന്റെ വചന റീമ പോയി ചിലത് ഉൽപ്പത്തിപ്പിച്ചു पवित्र आत्मा कुछ इलाकाओं में हालेलुया मरामत का फिक्सेशन का काम किया है। പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങളിൽ ചില ഫിക്സിംഗിന്റെ കാര്യം ചെയ്തു जहां आप जा नहीं सकते എവിടെ നമുക്ക് പോകാൻ പറ്റത്തില്ല उस जगह में ആ സ്ഥലത്ത് पवित्र आत्मा का न्यूमा हवा जाके പവിത്ര ആത്മാവിന്റെ നൂമ ആ കാറ്റ് പോയി हालेलुया कुछ जगह में ചില സ്ഥലത്ത് जहां आप पहुंच नहीं पाएगा എവിടെ നമുക്ക് എത്താൻ പറ്റത്തില്ല पवित्र आत्मा का हवा जाके പരിശുദ്ധാത്മാവിന്റെ കാറ്റ് कुछ പോയി इलाकों को फिक्स कर रहे ചില ചിലതിനെ ഫിക്സ് मरामत कर रहे मैं आत्मा में देख रहा हूं। ഞാൻ ആത്മാവിൽ കാണുന്നത് आप റിപ്പയർ इधर ചെയ്യുക बैठा है आप इधर बैठा है നിങ്ങൾ ഇവിടെ ഇരിക്കുക but the wind of Holy Spirit is Amen. moving പക്ഷേ ആ പരിശുദ്ധ ആത്മാവ് മൂവ് कर wind रहे of Holy Spirit is moving पवित्र आत्मा मूव कर it रहे is fixing your issues वो तुम्हारे इश्यूज को फिक्स कर रहे it is bringing back the broken hallelujah bonds वो जो टूटा हुआ हड्डियों को फिर से बना रहे it is bringing back the scattered bonds वो एक सही हड्डियों को ला रहे उसके ऊपर जीवन दे रहे അത് में जीवन കൊടുക്കുക जैसे भजन संगीत 51 का 8 में लिखा है ഈ ഭജൻ 78 ൽ എഴുതിയിരിക്കുന്നു 51:8 हालेलुया मैंने तोड़ा हुआ हड्डियों प्रज्वलित होने वाला है जीवित होने वाला है हालेलुया। मैंने तोड़ा हड्डियों जीवित होने वाला है प्रज्वलित होने वाला है आमेन Amen. that's going to happen वो होने वाला है ഞാൻ ഒടിച്ച അസ്ഥികൾ मैंने जो तोड़ा हुआ हड्डियां ഉല്ലസിക്കുമെന്ന് वो ഉല്ലസിക്കുമെന്ന് प्रज्वलित होगा आनंद मनाने वाला वो है आनंद बनाने वाला ഞാൻ है ഒടിച്ച അസ്ഥികൾ मैंने जो तोड़ा हड्डियां ജീവിക്കാൻ പോകുക वो जीवन होने वाला है ഒടിഞ്ഞ ചിലത് ഒടിഞ്ഞു പോയ ചിലത് जो टूटा हुआ कुछ പരിശുദ്ധാത്മ ഇറങ്ങി पवित्र आत्मा उतर के ജീവിപ്പിക്കട്ടെ वो जीवित होने दे അങ്ങനെ സംഭവിച്ചിരിക്കുക സ്തോത്രം वैसा हुआ उसके इतना धन्यवाद देर तक अपने बीच में अपने बात की इसके लिए धन्यवाद परमेश्वर इतने ഞങ്ങളുടെ കൂടെ हम सबको സംസാരിച്ചു समर्पण कर रहे हैं ഞങ്ങൾ എല്ലാവരും इस സമർപ്പിക്കുന്നു वचन का सामर्थ के साथ में हमें भेज ഈ दीजिए വചനത്തെ സാമർത്ഥ്യം यीशु के नाम में യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ Please be seated എല്ലാവരും താഴ്ന്നിരിക്കുക 2-3 मिनट के लिए 2-3 മിനിറ്റ്